ഞാൻ എൻ്റെ ഭാര്യയോട് പറയാറുണ്ട്, ഭാര്യ ഇപ്പോഴും എൻ്റെ കുട്ടീനെ ഓക്ക് കിട്ടാത്ത സൗഭാഗ്യം വളർത്താൻ വേണ്ടി നടക്കുക. എന്നെ അച്ഛൻ ഡാൻസ് പഠിപ്പിച്ചിട്ടില്ല, അതുകൊണ്ട് കുട്ടി ഡാൻസ് പഠിക്കട്ടെ. എൻ്റെ അച്ഛൻ ടൂറിന് വിട്ടിക്കില്ല, അതുകൊണ്ട് കുട്ടി ടൂറിന് പോട്ടെ. എൻ്റെ അച്ഛൻ എപ്പോഴും വീട്ടിലേക്ക് വേഗം വരാൻ പറയാറുണ്ടായിരുന്നു, അതുകൊണ്ട് കുട്ടി വീട്ടിൽ വേഗം വരണ്ട. എൻ്റെ അച്ഛൻ എന്നെ ഇടക്കിടക്ക് പീടിയെ പറഞ്ഞു വെച്ചിരുന്നു, അതുകൊണ്ട് എൻ്റെ മക്കൾ പീടിയെ പോകണ്ട. അങ്ങനെ കുട്ടീനെ ഒരു രാജാവാക്കി വളർത്താൻ എൻ്റെ കുട്ടീനെ കരയിപ്പിക്കില്ല. ഇത് കേട്ടപ്പോൾ ഞാൻ എൻ്റെ ഭാര്യയോട് കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഭാര്യയെ ഇനിയിപ്പോൾ ഇതിനെ ഇങ്ങനെ പോറ്റിയാൽ നമ്മളെപ്പോൾ ഇതിനെ പിടിക്കുക, ഇതിൻ്റെ ശീലയിലൊന്ന് വരണ്ടേ, നമുക്ക് പിടിക്കണ്ടേന്ന് വെച്ചപ്പോൾ പറഞ്ഞ് ഇപ്പം കുട്ടി പറക്കട്ടെ. ഞാൻ ചോദിച്ചു എപ്പാ പിടിക്കുക? ഓള് പറഞ്ഞതെന്നറിയോ, 15 വയസ്സ് കഴിഞ്ഞിട്ടാണ് പോലും ഓള് പിടിക്കുക. എനിക്ക് വന്നൊരു ചിരിയില്ലേ, അന്ന് എനിക്ക് ചിരി വന്നേ. 5 വയസ്സ് കഴിഞ്ഞ് ആരെ പിടിക്കുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. അധികം ഓളകത്ത് ഈ പെണ്ണിൻ്റെ കയ്യിലുണ്ടാവും. കുടുംബ സംഗമം എന്ന് പറയുമ്പോൾ കുടുംബത്തിലുള്ള മുഴുവൻ ആളുകളും ഈ സംഗമത്തിൽ പങ്കെടുക്കേണ്ടതായിരുന്നു എന്നൊരു തോന്നലുണ്ട്. ഇവിടെ കാണുമ്പോൾ ഒരു പ്രത്യേകതരം ആൾക്കാർ മാത്രമേ ഈ സദസ്സിലുള്ളൂ എന്നുള്ളതാണ് എനിക്കൊരു കൺഫ്യൂഷൻ. ഒരു 15 വയസ്സിനും ഒരു 25 വയസ്സിനും ഇടയിലുള്ള നമുക്കിടയിലുള്ള കുടുംബാംഗങ്ങളെ ഈ സദസ്സിൽ കാണുന്നില്ല. എന്തുകൊണ്ടായിരിക്കും ആ കുട്ടികൾ ഇവിടത്തേക്ക് വരാത്തത് എന്നത് എനിക്കറിയില്ല. ചില സമയത്ത് സീറ്റില്ലാത്തതുകൊണ്ട് അവർ പുറത്താറ്റം ഇരിക്കുന്നുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുതന്നെയാണ് എൻ്റെ വിഷയവും. ഈ ലോകത്ത് ഒരു വലുതായി പുതുതായിട്ട് ഒന്നും നടന്നിട്ടൊന്നുമില്ല. എല്ലാം പഴയ സിസ്റ്റം ഇങ്ങനെ മാറി മറന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഒരു മാറ്റം ഞാൻ കണ്ടത്, മക്കളൊക്കെ വല്ലാതെ മാറിയിരിക്കുന്നു. നമ്മൾ വിചാരിക്കുന്ന രീതിയിലല്ല മക്കളൊന്നും വളരുന്നത്. ഈ ഫർസാന സന്ധു എന്ന് പറയുന്ന ലോകസുന്ദരി പട്ടം കിട്ടിയ ഒരു പെൺകുട്ടിയോട് ചോദിച്ചു, എന്താണ് പെൺകുട്ടി കേരളത്തിലുള്ള മനുഷ്യന്മാരുടെ പ്രശ്നം? അവർ വിദ്യാഭ്യാസപരമായും എല്ലാ തരത്തിലും ഉന്നതിയിൽ നിൽക്കുന്ന ഈ കേരളത്തിലുള്ള കുട്ടികൾക്ക് അല്ലെങ്കിൽ കേരളത്തിലെ മനുഷ്യന്മാർക്ക് എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ ആ കുട്ടി മറുപടി പറഞ്ഞത്, കേരളത്തിലെ മനുഷ്യന്മാർ എല്ലാ തരത്തിലും ഗംഭീരന്മാരാണ്, എങ്കിലും ആത്മവിശ്വാസമില്ലാത്ത മനസ്സാണ് അവർക്കെന്നാണ്. നിങ്ങളൊക്കെ ഇങ്ങനെ സദസ്സിൽ വളരെ ഗംഭീരമായിട്ട് ഇരിക്കുന്നുണ്ട് എങ്കിലും നിങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ടോ എന്ന് ഉറപ്പുവരുത്താത്തിടത്തോളം കാലം ഈ നാട്ടിലുള്ള ജീവിതം സുരക്ഷിതമല്ല. രണ്ടാമത്തെ വിഷയം, മക്കളെ എങ്ങനെ പോറ്റണമെന്നറിയാത്ത ബാപ്പയും ഉമ്മയുമായി നമ്മളെ നാട് അതപ്പതിച്ചിരിക്കുന്നു. അതാണ് രണ്ടാമത്തെ വിഷയം. ഞാനൊരു 21 കൊല്ലമായി പോലീസിൽ ജോലി ചെയ്യുന്നൊരു മനുഷ്യനാണ്. ഞാനും നിങ്ങളും തമ്മിലുള്ള വ്യത്യാസം അതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ നാട്ടിൽ നടക്കുന്ന എന്ത് സംഗതിയും എൻ്റെ വീട്ടിലേക്ക് വരുമെന്നുള്ള ആശങ്കയുള്ളൊരു മനുഷ്യനാണ് ഞാൻ. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ നാട്ടിലുള്ള ഒന്നും നിങ്ങളെ വീട്ടിൽ വരില്ല എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് നിങ്ങൾ. അതാണ് ഞാനും നിങ്ങളും തമ്മിലുള്ള വ്യത്യാസം. പോലീസ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളെ മനസ്സിലൊക്കെ വെറുപ്പായിരിക്കും. അതെന്തോ ഇൻബോണായിട്ട് മനുഷ്യന്മാരിൽ. എനിക്കും പണ്ട് പോലീസിൽ വരുന്നതിനേക്കാൾ മുമ്പ് പോലീസിന് ഇഷ്ടമല്ലായിരുന്നു. പക്ഷെ പോലീസിൽ വന്നപ്പോഴാണ് സംഗതി മനസ്സിലായത്, ലോകത്തിലെ ദൈവതുല്യന്മാരായിട്ടുള്ള മനുഷ്യന്മാർ പോലീസാണെന്ന്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം ചിരി വന്നിട്ടുണ്ടാവും, എന്ത് പോലീസ് ദൈവം എന്നൊക്കെ തോന്നിയിട്ടുണ്ടാവും. പക്ഷെ എന്താണെന്നറിയോ, ഈ തൊണ്ടിക്കോടൻ ഫാമിലിയിൽ ഞാൻ വന്നപ്പോഴും എൻ്റെ പ്രാർത്ഥന എന്തെന്നറിയോ? എൻ്റെ പ്രാർത്ഥന, ഈ തൊണ്ടിക്കോടൻ ഫാമിലിയിൽ ഇവിടത്തേക്ക് വന്ന ഒരു കുടുംബത്തിൻ്റെ വീട്ടിലും കള്ളൻ കയറരുത് എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. ഈ സംഗമത്തിന് വന്ന ഒരു കുട്ടിയും ഒരു മനുഷ്യനും ഒളിച്ചോടരുതെന്ന് ഹൃദയം കൊണ്ട് പ്രാർത്ഥിച്ചിട്ടാണ് ഞാനിവിടെ വന്നത്. ഈ നിങ്ങൾ കൂടെ കെട്ടിത്തൂക്കിയ ഒരു തോരണങ്ങളും അവസാനം വരെ നശിച്ചു പോകരുത് എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടാണ് നമ്മളിവിടെ വരുന്നത്. പോലീസുകാരൻ അങ്ങനെയാണ്, ഒന്നും നശിച്ചു പോകരുത് എന്ന് ആഗ്രഹിക്കുന്നവനാണ് പോലീസുകാരൻ. നിങ്ങളാരെങ്കിലും ഇന്നിവിടെ വരുമ്പം പ്രാർത്ഥിച്ചാ, ഈ തൊണ്ടിക്കോടൻ ഫാമിലിയിൽ ഒരു വീട്ടിലും കള്ളം കയറരുത്, എൻ്റെ കുടുംബത്തിൽ ഒരു വീട്ടിലെ കുട്ടിയും ഒളിച്ചോടരുത് നിങ്ങൾ ആരെങ്കിലും പ്രാർത്ഥിച്ചിട്ടാണോ ഇവിടെ വന്നത്? അങ്ങനെയൊന്നും പ്രാർത്ഥിക്കാതെ വന്ന നിങ്ങൾ ദൈവവും പോലീസുകാർ കള്ളന്മാരും. അതാണ് ഈ നാടിൻ്റെ ചെറിയൊരു രൂപം. ഇനി നിങ്ങളോട് ഇഷ്ടമുള്ളതുകൊണ്ടൊന്നല്ല കേട്ടോ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്തിനാണെന്നറിയോ? നിങ്ങളെ വീട്ടിൽ കള്ളം കയറിയാൽ ആ നിമിഷം മുതൽ പോലീസുകാരൻ കള്ളൻ്റെ പുറകെ ഓടണം. കിട്ടുന്നവരെ പോലീസിന് സമാധാനം ഉണ്ടാവില്ല. നിങ്ങൾക്കെന്ത് പ്രശ്നമാണ്? ഒരു പരാതി തന്ന് വീട്ടിൽ വീണ്ടും കിടന്നുറങ്ങാനും ചിരിക്കാനും ഒക്കെ നിങ്ങൾക്ക് പറ്റും. നിങ്ങളെ വീട്ടിലൊരു കുട്ടി ഒളിച്ചോടുന്നതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും? നിങ്ങളെ വീട്ടിലൊരു കുട്ടി ഒളിച്ചോടിയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രശ്നമില്ല. പോലീസ് സ്റ്റേഷനിൽ വരുന്നു, പരാതി നൽകുന്നു, അവിടുന്ന് കരയുന്നു,
അപ്പോൾ എല്ലാവരും കൂടി പിടിച്ച് നിങ്ങളെ വീട്ടിൽ തന്നെ കൊണ്ടാക്കുന്നു. ആ കോലാലിരുന്ന് വീണ്ടും കരയുന്നു. അടുത്ത വീട്ടിലുള്ളവർ കഞ്ഞിയും പയറെല്ലാം തരുന്നു, നിങ്ങൾ നല്ലോണം തിന്നുന്നു. പക്ഷെ നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ആ കുട്ടിയുടെ പുറകെ ഓടിയ പോലീസുകാരൻ ചായ കുടിച്ചിട്ടുണ്ടോ എന്ന് എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അപ്പോൾ അതാണ് പോലീസുകാർക്ക് നാട് നന്നാകണം. കാരണം പോലീസുകാരൻ കാണുന്നതെല്ലാം തിന്മയുടെ വശങ്ങളാണ്. 21 കൊല്ലമായി പോലീസ് സ്റ്റേഷനിൽ ഞാൻ കാണുന്നത് ഉപ്പമാരുടെയും ഉമ്മമാരുടെയും സഹോദരൻ്റെയും സഹോദരിയുടെയും കരച്ചിലും രോദനവും അമർഷവുമാണ്. ആ രോദനവും അമർഷവും ഒന്നും നിങ്ങൾ കണ്ടിട്ടില്ല. നിങ്ങളൊക്കെ വിചാരിക്കുന്നത്, നിങ്ങളൊക്കെ ജീവിക്കുന്നത് സ്വപ്ന ലോകത്താണ്. അതാണ് ഞാനും നിങ്ങളും ജനങ്ങളും പോലീസും തമ്മിലുള്ള വ്യത്യാസം. അതുകൊണ്ട് എനിക്ക് ഈ കുടുംബ സംഗമത്തിൽ എനിക്ക് പറയാനുള്ളത്, ഈ നാട്ടിൽ വരുന്ന ഒരാപത്തും നിങ്ങളുടെ തറവാട്ടിലേക്ക് കടന്നു വരരുത്. മുസ്ലിം കമ്മ്യൂണിറ്റീനെ എനിക്ക് വളരെ ഇഷ്ടമാണ്. എന്താണെന്നറിയോ, മുസ്ലിം സമുദായം വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ദീനിബോധത്താൽ എല്ലാ ദിവസവും പള്ളിയിൽ പോകണമെന്നും പ്രാർത്ഥിക്കണമെന്നും 5 പ്രാവശ്യം നിസ്കരിക്കണമെന്നൊക്കെ ഒരേ മനസ്സോടുകൂടി പ്രാർത്ഥിക്കുന്ന, ഒരേ മനസ്സോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു സംസ്കാരമാണ് മുസ്ലിം സമുദായം. അത് ഏത് ചെറിയ കുട്ടിയായാലും ഏത് മുതിർന്ന ആളുകളായാലും ഒരേ രീതിയിലാണ് പെരുമാറുന്നത്. ശരിക്കും ഈ സംഗതിയൊക്കെ വളർന്നു വരുമ്പോൾ ഈ സമുദായത്തിൽ ഒരു പ്രാവശ്യം പോലും ഒരു നാശവും ഉണ്ടാവാൻ പാടില്ല ശരിക്കും പറഞ്ഞാൽ. പക്ഷെ കൊറോണയ്ക്ക് ശേഷം കേരളത്തിൻ്റെ മണ്ണിൽ ഒരു മതങ്ങൾ തമ്മിൽ വ്യത്യാസമില്ലാതായിരിക്കുന്നു. ആരും ഒളിച്ചോടുന്നെന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല. മുസ്ലിം സമുദായത്തിൽ സൂയിസൈഡ്, ആത്മഹത്യ ഇല്ലായിരുന്നു. ഇപ്പോൾ കേരളത്തിൽ മുസ്ലിം സമുദായത്തിൽ നല്ലോണം ആത്മഹത്യയുണ്ട്. മുസ്ലിം സമുദായത്തിൽ ഒരു കുട്ടിയും ഒളിച്ചോടി പോയിരുന്നില്ല. ഇപ്പം നോക്കുമ്പോൾ മുൻപന്തിയിൽ മുസ്ലിം കുട്ടികളാണ്, ഓട്ടാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളെ കാണുമ്പോൾ ചെറിയ ടെൻഷനുണ്ട്. പണ്ട് നിങ്ങളെ കാണുമ്പോൾ എനിക്ക് ടെൻഷൻ ഇല്ലേനു. ഇപ്പം എല്ലാത്തിലും ഭാഗം ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് വിൽക്കുന്നതും ഉപയോഗിക്കുന്നതും മുസ്ലിം സമുദായത്തിൽ കൂടിയുണ്ട്. അപ്പം നിങ്ങളും ഞാനുമൊക്കെ വളരെ ആശങ്കയോടുകൂടി പിന്നാമ്പുറങ്ങളിലേക്ക് നോക്കിയിട്ടില്ല എങ്കിൽ ഈ തലമുറ വീണ്ടും വീണ്ടും നമ്മൾ ഉയർത്തിപ്പിടിച്ചു കൊണ്ടുവന്ന ഈ മൂല്യങ്ങളും ഈ ധർമ്മങ്ങളൊക്കെ നശിച്ച് ക്ഷയിച്ച് ഇല്ലാതായി പോകുമെന്നുള്ള ഭയം നിങ്ങൾക്കില്ലാത്തടത്തോളം കാലം ഈ നാടിനെ പിടിച്ചു വെക്കാൻ നമുക്ക് പറ്റില്ല. കാസർഗോഡ് 3 മഹല്ല് കമ്മിറ്റിയാണ് വല്ലാതെ അവസാനം ഗതികെട്ട മൂന്ന് നിയമങ്ങൾ കൊണ്ടുവന്നത്. ആ മഹല്ല് കമ്മിറ്റി പറഞ്ഞു, എൻ്റെ മഹലിൽ, ഞങ്ങളുടെ മഹലിൽ ലഹരി വസ്തു ഉപയോഗിക്കുന്ന ഏതെങ്കിലും മനുഷ്യനുണ്ട് എങ്കിൽ ആ കുടുംബത്തെ മഹലിൽ നിന്ന് പുറത്താക്കേണ്ടി വരുമെന്ന് ശക്തമായ തീരുമാനമെടുക്കേണ്ടി വന്നു. കാസർഗോഡുള്ള 3 ആ മഹല്ല് കമ്മിറ്റിയിൽ 1-2 മഹല്ല് കമ്മിറ്റിയിൽ ഞാനും പോയിരുന്നു. അപ്പോൾ അത്രത്തോളം ഭീകരമായ ഒരവസ്ഥയിലാണ് നിങ്ങളും ഞാനും ജീവിക്കുന്നത്. പക്ഷെ ആ അവസ്ഥ നിങ്ങളുടെ മുഖത്തൊന്നും നോക്കുമ്പോൾ ഞാൻ കാണുന്നില്ല. നിങ്ങളെല്ലൊക്കെ വളരെ ഹാപ്പിയാണ്. നിങ്ങളെ മുഖത്തെല്ലാം നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നത് എന്താ അറിയോ, നിങ്ങൾക്ക് എന്നെ ഒന്നും ശ്രദ്ധിക്കുവാനൊന്നും പറ്റുന്നില്ല. നിങ്ങൾക്ക് വൈകുന്നേരത്തെ ഒപ്പന എങ്ങനെയായിരിക്കും പഠിച്ചോനെ, രാത്രി വീട്ടിൽ പോയാൽ ബിരിയാണിയാണോ കുഴിമന്തിയാണോ തിന്നേണ്ടത്, ഇങ്ങനെയുള്ള ആശങ്ക. എൻ്റെ വാട്സപ്പിൽ എത്ര മെസ്സേജ് വന്നിങ്ങനെ കിടക്കുന്നുണ്ടാവും എന്നുള്ള വല്ലാത്ത ആശങ്കയാണ് നിങ്ങളുടെ മുമ്പിൽ. നിങ്ങളെ കാണുമ്പോൾ ഞാൻ അസ്വസ്ഥരാണ്. അതാണ് എൻ്റെ വിഷയം. ഇനി നിങ്ങൾ നോക്കുമ്പോൾ ഇല്ലേ, ഞാൻ പോലീസ് സ്റ്റേഷനിൽ കാണുന്ന മനുഷ്യന്മാരെ കണ്ണുപോലെ തന്നെ കുറേ ആളെ കണ്ണുണ്ട് കേട്ടോ. ഇതിൽ കുറേ ആൾക്കെല്ലാം ഒളിച്ചോടെ മുട്ടുന്ന പോലെ ഉണ്ട്, കുറേ ആൾക്ക് ആത്മഹത്യ ചെയ്യാൻ മുട്ടുന്ന പോലെ എല്ലാം ഉണ്ട്. അപ്പോൾ ഈ ഉമ്മ എന്നോട് ചോദിക്കും, ഇനി എന്തിനാ എന്നെ നോക്കിയിട്ട് ഒളിച്ചോട്ടം പറയുന്നത്, ഞാൻ ഏടിയാ ഒളിച്ചോടാന്നല്ല ഉമ്മക്ക് തോന്നുന്നില്ലേ? ഉമ്മ, എനിക്ക് നിങ്ങളെ തീരെ വിശ്വാസമില്ല, എനിക്ക് ആരെയും വിശ്വാസമില്ല. എൻ്റെ മുമ്പിലിരിക്കുന്ന ഒരു മനുഷ്യനെ എനിക്ക് വിശ്വാസമില്ല. കാരണം പോലീസ് സ്റ്റേഷനിൽ കാണുന്ന സംഗതിയല്ല അങ്ങനെയാണ്. കാരണം എന്താ പറയുക, കഴിഞ്ഞ ദിവസം എൻ്റെ സ്റ്റേഷനിൽ ഒളിച്ചോടിയ ഒരമ്മയുടെ പ്രായം 83 വയസ്സാണ്. കൂട്ടിക്കൊണ്ടുപോയ കാമുകൻ്റെ വയസ്സ് 87. നാട് നിറയെ ആളുകൾ പരക്കം പാഞ്ഞു കാമുകനെയും തേടിയിട്ട് കിട്ടിയില്ല. അവസാനം കാമുകനെയും കിട്ടിയിടുന്നതറിയോ, കണ്ണൂരിനടുത്തുള്ള പറശ്ശിനിക്കടവ് അമ്പലത്തിൽ നിന്ന് 2 പേരും പയര് തിന്നു. ഈ സംഗതി നിങ്ങൾ കേട്ടപ്പോൾ നിങ്ങൾക്കൊന്നും ഒരു മാനസികമായിട്ട് ഒരു ടെൻഷനും ഇല്ല. പക്ഷേ ഇത് 2 പേരെയും നമ്മൾ കോടതിയിൽ കൊണ്ടുപോയിട്ട് ഇവർ 2 പേരും വേർപിരിയുന്ന, കോടതി എന്ന് പറഞ്ഞ് 2 പേരും വേറെ പോയിക്കൊള്ളണോ, സ്വന്തം വീട്ടിൽ പോയിക്കൊള്ളണോ, ഒളിച്ചോടാൻ കണ്ട പ്രായം എന്നൊക്കെ പറഞ്ഞപ്പോൾ 2 പേരും പിരിയുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ, ഞാൻ കണ്ടതാണ്. അവസാനം എനക്കാണെങ്കിൽ ഉറങ്ങുക മുട്ടിയത് കൊണ്ട് ഞാൻ ഈ കാമുകനോടും കാമുകയോടും പറഞ്ഞ്, അടുത്ത ജന്മമുണ്ട് എങ്കിൽ നമുക്കൊന്നിക്കണം, നിങ്ങൾക്ക് വേണ്ടി ഞാനും പ്രാർത്ഥിക്കാം. അങ്ങനെ 2 എണ്ണത്തിനും വീട്ടിൽ കൊണ്ടാക്കി. നിങ്ങളിതൊരു കഥ പോലെ കേട്ടില്ലേ? പക്ഷെ പോലീസുകാരനെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വളരെ ആശങ്ക. ഞാൻ എൻ്റെ വീട്ടിൽ കാലൊക്കെ കഴുകി മുറ്റത്തേക്ക് ചെരുപ്പെല്ലാം അഴിച്ച് വെച്ച് ഉള്ളിലേക്ക് കയറുമ്പോൾ ഇല്ലേ, എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയിരിക്കുന്നു.
അമ്മക്ക് 92 വയസ്സ്. ഞാൻ അമ്മേനെ നോക്കുമ്പോൾ അമ്മക്ക് എന്തെല്ലാം ഒരു തരികിട കളി പോലെ. ഫോൺ എന്നെ കാണുമ്പോൾ ഇങ്ങനെ വെക്കുക, ഇങ്ങനെ വെക്കുക, എന്തെല്ലാം ഒരു പരിങ്ങിക്കളി. ഞാൻ അമ്മേനെ ഇങ്ങോട്ട് വിളിച്ചു, അമ്മ ഇങ്ങോട്ട് വരൂ. അമ്മ വെച്ചു ഞാൻ അവനെ ഒളിച്ചോടരുത്. അമ്മ വെച്ചും വയസ്സത്ത് കാലത്ത് ഞാൻ ഏടെ ഓടാനാ. ഞാൻ പറഞ്ഞു അമ്മ ഇപ്പോൾ ഒന്നിനെ കൊണ്ടാക്കിയിട്ട് വരുന്ന ഞാൻ. അങ്ങനെ കേരളത്തിൻ്റെ മണ്ണിൽ അങ്ങനെ ഒരു അമ്മ ഒളിച്ചോടിയിട്ടുണ്ട് എങ്കിൽ എൻ്റെ 92 എനിക്ക് വിശ്വാസമില്ല നിങ്ങൾ ഓടുമെന്ന് പേടി എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ അമ്മയെ എനിക്ക് 60% മാത്രമേ വിശ്വാസമുള്ളൂ. ഇപ്പോൾ 40% ഓടുന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എൻ്റെ ഭാര്യേൻ്റെ കാര്യം പറയണ്ടല്ലോ, ഭാര്യയ്ക്ക് 38 വയസ്സുണ്ട്. കേരളത്തിലെ പേപ്പർ, അതിനാണ് ആദ്യം നിങ്ങളോട് ഒരു കാര്യം പറയാൻ മറന്നു. നിങ്ങൾ ആകെ ചെയ്യേണ്ടത് ഈ മാറുന്ന ലോകത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല കാര്യം എന്താ അറിയോ? ദിവസം പേപ്പർ വായിക്കുക. പേപ്പർ കണ്ടിട്ടുണ്ടോ? കണ്ടില്ല? രാവിലെ മുറ്റത്തിങ്ങനെ 4 മടക്കുള്ള സാധനം വീണ് കിടക്കുന്നുണ്ടാവും. അതിങ്ങ് എടുക്കണം. എടുത്താൽ അതിങ്ങനെ തുറക്കും, ഇങ്ങനെ തുറക്കും. എങ്ങനെ വേണമെങ്കിലും തുറക്കാം. കണ്ടിട്ടില്ല? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതിൻ്റെ ഉള്ളിൽ കറുത്ത അക്ഷരങ്ങളിൽ കുറേ സംഗതി എഴുതി വെച്ചിട്ടുണ്ട്. ആ സംഗതിയുടെ പേരാണ് വാർത്ത. ഈ നാടകങ്ങളിൽ നടക്കുന്ന സംഭവങ്ങളാണ് വാർത്തകളായി പത്രത്തിൽ വരുന്നത്. ഈ കുടുംബത്തിലുള്ള എല്ലാ മനുഷ്യരും പത്രത്തിൽ വരുന്ന വാർത്തകൾ തൻ്റെ ജീവിതത്തിലേക്ക് വരുന്നുണ്ടോ എന്ന് പരിശോധിക്കപ്പെടുമ്പോഴാണ് ഈ കുടുംബം കൂടുതൽ കൂടുതൽ മഹത്തരമാകുന്നത്. അതുകൊണ്ട് എനിക്ക് പെണ്ണുങ്ങളെ പേടി. കേരളത്തിലെ പേപ്പർ എടുത്ത് നോക്കിയാൽ 35 വയസ്സുള്ള എല്ലാവർക്കും ഒളിച്ചോടെ മുട്ടുമാണ് ഇവിടെ. എന്ത് പറ്റിയെന്നറിയാം? അതിന് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻസ് ഒന്നൊന്നുമില്ല, പരക്കം പായുവാണ് എല്ലാവരും. അതിന് ഞാൻ കണ്ടുപിടിച്ചത് എന്താ മാറ്റം എന്നറിയോ? ഈ കുടുംബം എന്ന് പറയുന്ന സാധനത്തിൽ ശരിക്കുള്ളൊരു കഴമ്പില്ലാതെ പോകുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. ഭാര്യയ്ക്ക് ഭർത്താവിനെ കണ്ണെടുത്താൽ കണ്ടുകൂടാ. ഭാര്യക്കാണെങ്കിൽ ഭർത്താവിനെയും കണ്ടുകൂടാ, ഭർത്താവിനാണ് ഭാര്യനെയും കണ്ടുകൂടാ, മക്കൾക്ക് രീതിയുള്ള 2 എണ്ണത്തിനെയും കണ്ടുകൂടാ. തൊണ്ടിക്കാടൻ കുടുംബത്തിൻ്റെ കാര്യം എനിക്കറിയില്ല കേട്ടോ. ഇതെൻ്റെ വീട്ടിലെ കഥയാണ്. എൻ്റെ ഭാര്യയ്ക്ക് എന്നെ കണ്ണെടുത്താൽ കണ്ടുകൂടാ. നിങ്ങൾക്കെല്ലാം എങ്ങനെയാണ്? ഭാര്യ എന്നെല്ലാം പറയുമ്പോൾ നല്ല ഇപ്പോൾ നിങ്ങൾ ലവ് യുടാ കണ്ണാന്നൊക്കെയാണോ ഭാര്യനെ വിളിക്കുന്നത്? ഇല്ല. ശരിക്കും എൻ്റെ വിഷയം എന്നറിയോ? ഈ പോലീസിൽ വന്നതിന് ശേഷം ഞാൻ കല്യാണം കഴിക്കൂലെന്ന് തീരുമാനിച്ച 32 വയസ്സ് വരെ ഞാൻ പിടിച്ചു നിന്നു. കാരണം പോലീസ് സ്റ്റേഷനിൽ വരുന്ന ഭാര്യേൻ്റെയും ഭർത്താവിൻ്റെ അടികൂടൽ കാണുമ്പോൾ ഇല്ലേ, അവരെ പ്രശ്നങ്ങൾ കാണുമ്പോൾ ഞാൻ വെച്ച് എന്തിനാ പഠിച്ചോനെ ഈ വേണ്ടാത്ത വയ്യാവേലിക്ക് പോകുന്നത്. ഞാൻ കല്യാണം കഴിച്ചില്ല. പക്ഷെ എൻ്റെ കൂട്ടുകാർ എന്നെ ചതിച്ചു. എൻ്റെ അപ്പുറത്തെ വീട്ടിലെ മുഹമ്മദെല്ലാം പറഞ്ഞു കഴിച്ചോ, നല്ലതാ. ഞാൻ അവസാനം എന്നോട് ചോദിച്ചു എന്ത് നല്ലതാ, ഇനി ഒരു നല്ല പറയാന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു വലിയ ഗുണമൊന്നുമില്ല. ഞാൻ പറഞ്ഞു എന്തൊരു ഗുണം പറയാന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞറിയോ? കുളിക്കുമ്പോൾ പോകുമ്പോൾ സോപ്പ് എടുത്ത് തരുക, തോർത്ത് മറന്നു പോയാൽ പുറത്തിട്ട് തരുക, പുറഞ്ചൊറിയുമ്പം ചൊറിഞ്ഞു തരുക. എനിക്കാണെങ്കിൽ 32 വയസ്സിൽ നല്ല ചൊറിച്ചലുണ്ടേനു. ഞാൻ അങ്ങനെ എന്ത് ചെയ്യുന്നവരെ കല്യാണം കഴിച്ചു. ഈ മുഹമ്മദിൻ്റെയും സുബൈറിൻ്റെയും അനൂപിൻ്റെ എല്ലാം നിർബന്ധത്തിലാണ് കഴിച്ചത്. ഓലെല്ലാം മുമ്പേ കഴിച്ചിന്. പക്ഷെ ഞാൻ കല്യാണം കഴിച്ച് ഞാനും ഭാര്യയും തമ്മിൽ ഏറ്റവും മനോഹരമായി ജീവിച്ചൊരു സമയമുണ്ട്, സന്ദർഭമുണ്ട്. അതെപ്പോഴാണെന്നറിയോ? ഈ കല്യാണം നിശ്ചയിച്ചിട്ട് താലി കെട്ടുന്നൊരു 3-4 മാസത്തെ സമയം ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും പറഞ്ഞു ഫോണ് കൊടുക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഒന്നാ കൊടുക്കൂല ഞാൻ. പക്ഷെ എൻ്റെ പെങ്ങൾ കൊടുത്തു കഴിഞ്ഞു. സിമ്മെല്ലിട്ടിട്ട് ഓക്ക് കൊടുത്തു. ഓൾ എന്നെ ഇല്ലേ 2-3 ദിവസം കഴിഞ്ഞിട്ട് ഒരു മിസ് കോള്. അപ്പോൾ ഓൾ എന്നോട് പറഞ്ഞു ഹായ്. അപ്പം ഞാൻ പറഞ്ഞു ഹോയ്. പിന്നെ ഹായ് ഹായ് ഹോയ് ഹോയ് ഇങ്ങനെ വർത്തമാനം ഇങ്ങനെ. ഞാൻ വിചാരിച്ചു കൊള്ളാലോ, കുഴപ്പമില്ലല്ലോ, നല്ല രസമുണ്ടല്ലോ ഈ സംഭവം. പിന്നീട് ഓൾ എന്നോട് സംസാരിക്കാൻ തുടങ്ങി. സംസാരം കേട്ടപ്പോൾ ഞാൻ തളർന്നു. ഓൾ എന്നോട് പറയാ നമുക്ക് പറക്കണം. ഞാൻ വെച്ച് ഞാൻ ഇതുവരെ പറക്കാത്തതുകൊണ്ട് ഞാൻ വെച്ച് പടച്ചോനെ പറക്കണം. പിന്നെ പറഞ്ഞു കറങ്ങണം. ഞാൻ വെച്ച് ഭഗവാനെ ഞാൻ ഇതുവരെ കറന്നിട്ടില്ലല്ലോ. അങ്ങനെ പറക്കലും കറങ്ങലും മാത്രമുള്ള സംസാരം 3-4 മാസം ഗംഭീരം. ഞാൻ അന്നേരം വിചാരിച്ചെന്താ അറിയോ? പണ്ടേ കഴിക്കേനും കല്യാണം. കാരണം പെൺകുട്ടികളുടെ ഇടപെടലുകൾ ഇങ്ങനെയാണെന്ന് മനസ്സിലായ അന്നേരത്താണ്. പക്ഷേ സംഗതി ഒരു 6 കൊല്ലം കൊണ്ട് തീർന്നു. 6 കൊല്ലം കഴിഞ്ഞ് 2 കുട്ടികളിങ്ങായപ്പോയില്ലേ. ഇപ്പം ഞാൻ രാവിലെ എണീക്കുമ്പോൾ എന്നാ കേൾക്കുന്നതെന്നറിയോ? ഊരവേന, കഴുത്തിൻ്റെ ഇവിടുന്ന് ഇങ്ങനൊരു പോക്ക്, പെണ്ണിൻ്റെ ചൊറി, ചെക്കൻ്റെ ഫീസ്, പ്രശ്നത്തോട് പ്രശ്നം. നിങ്ങളെങ്ങനെയാ? എൻ്റെ ടീം നോക്കുമ്പോൾ നമ്മളെല്ലാം ഒരേ ടീം തന്നെയാണ് കേട്ടോ. അതാണ് വിഷയം. എല്ലാ കുടുംബത്തിലും ഈ അസ്വസ്ഥതകളുണ്ട്. കല്യാണത്തിന് മുമ്പുള്ള ഈ വീരഗാഥകളൊന്നും കല്യാണം കഴിഞ്ഞതിന് ശേഷം ഒരു കുടുംബത്തിലും കാണാൻ കഴിയുന്നില്ല. അത് തന്നെയാണ് ഈ സമൂഹത്തിൽ, മാറുന്ന സമൂഹത്തിൻ്റെ പ്രശ്നം. ഞാനും ഭാര്യ അടികൂടുമ്പോൾ എനിക്ക് ശരിക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഭാര്യയോടെല്ലാം അടികൂടലുണ്ടോ? ഇല്ല.
ഭാര്യയായിട്ട് അടികൂടി മോള് എപ്പം പറയുന്നൊരു വർത്താനം എന്നറിയോ, എനക്കത്ര നല്ല വന്നിക്ക് മറ്റോ വന്നിക്ക്. ഈ 25 കൊല്ലമായി കല്യാണം കഴിച്ചിട്ട് എന്നിട്ടാണ് പണ്ടങ്ങാൻ വന്ന കഥ ഇപ്പവും പറയുന്നത്. അപ്പോൾ ഓളെ മനസ്സിൽ ഇപ്പോൾ എന്നെ വിടണം എന്ന് തന്നെയാണ് ആഗ്രഹം. അപ്പോൾ ഇങ്ങനെ എപ്പോഴും മനസ്സിൽ അസ്വസ്ഥതയുമായിട്ട് കഴിയുന്ന കുടുംബത്തിൽ എങ്ങനെയാണ് സമാധാനം ഉണ്ടാവുക? അവിടെയാണ് ഈ കുടുംബ സംഗമത്തിൻ്റെ പ്രസക്തി. എല്ലാവരും ഒന്നിച്ചിരിക്കുമ്പോൾ അവരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ എന്നെപ്പോലെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിലെ പ്രശ്നങ്ങൾ എന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു സുഖമില്ല. ഇപ്പോൾ നിങ്ങൾ പറയുന്നതിന് എൻ്റെ ഭാര്യയും അങ്ങനെ തന്നെയാണെന്ന് സമാധാനം നിങ്ങൾക്കില്ലേ? അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയോ, ഏതായാലും കുടുങ്ങി നമുക്കിപ്പോൾ ഇനി അങ്ങ് ജീവിച്ചിടണം, നമ്മളെ മക്കളെ നമുക്ക് ചേർത്ത് പിടിക്കണം. എനിക്ക് കുടുംബസംഗമത്തോട് പറയാനുള്ളത്, നിങ്ങളെ മക്കളെ കൂടെ ഇവിടെ കൊണ്ടുവരാൻ നിങ്ങൾക്ക് പറ്റണേന്. നിങ്ങളെ മക്കളെല്ലാം എങ്ങനെ പറഞ്ഞാലെല്ലാം കേൾക്കുന്നുണ്ടാ? ഇങ്ങോട്ട് വരൂ എന്ന് പറഞ്ഞാൽ വരുന്നുണ്ടാ? കിടക്കൂ എന്ന് പറയുമ്പോൾ അപ്പം തന്നെ കിടക്കുന്നുണ്ടാ? നിങ്ങൾ കൊടുക്കുന്ന പയറും ചെറുപയറും ലൈറ്റുകൾ തിന്നുന്നുണ്ടാ? പോട്ടെ, എല്ലാം വിട്ടേക്ക്. അയറ്റുള്ള മുടി നിങ്ങൾ വിചാരിച്ച പോലെ മുറിക്കാൻ പറ്റുന്നുണ്ടാ? ഇല്ല. എന്നാൽ ഒന്നും നോക്കണ്ടേക്ക്, നിങ്ങൾ ഇവിടെ തന്നെ കുടുംബസംഗമത്തിൽ തന്നെ ഇരുന്നോളി. കാരണം ഐറ്റകളൊക്കെ നിയന്ത്രിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് കുടുംബം മുന്നോട്ട് പോവുക? അതുകൊണ്ട് സൂക്ഷിക്കണം. ഈ മക്കൾ എന്തുകൊണ്ടാണ് നിയന്ത്രിക്കാൻ പറ്റാത്തത് എന്നതാണ് വിഷയം. ഞാൻ നോക്കുമ്പോൾ എൻ്റെ അച്ഛന് വലിയ വിദ്യാഭ്യാസമൊന്നുമില്ലായിരുന്നു, മുഹമ്മദിൻ്റെ ബാപ്പയ്ക്കും വലിയ വിദ്യാഭ്യാസമൊന്നുമില്ലായിരുന്നു. പക്ഷെ മുഹമ്മദിൻ്റെ ബാപ്പയും എൻ്റെ അച്ഛനും ഒക്കെ എന്നെ വളർത്തിയത് കാണുമ്പോൾ ഇല്ലേ, ഓലിക്ക് ശരിക്കും നമ്മളെങ്ങനെ പോറ്റണം എന്നറിയാമായിരുന്നു. ആ അച്ഛൻ്റെ മകനായതുകൊണ്ടും മുഹമ്മദിൻ്റെ ബാപ്പ വളരെ കൃത്യമായിട്ട് അവനെ പോറ്റിയത് കൊണ്ടാണ് ഞാൻ വിചാരിക്കുന്നത് രണ്ടുപേരും സമൂഹത്തിൽ, ഞാൻ പോലീസുകാരനായതും അവന് ടീച്ചറായതും. നമ്മൾ ഒരു തരത്തിലും അച്ഛനും അമ്മയും വെറുതെ വിട്ടിട്ടില്ല. അതാണ് വിഷയം. ഞാൻ പിന്നീടാണ് മനസ്സിലായത്, ഒരു സ്കൂളിൽ ടൂറിന് പോലും നമ്മളെ വിട്ടിട്ടില്ല. എന്നോട് പറഞ്ഞാന്നറിയാം, എൻ്റെ അച്ഛൻ മുഹമ്മദിനെ വിട്ടാൽ ഇന്നെ വിടും, മുഹമ്മദിൻ്റെ ബാപ്പ പറഞ്ഞാന്നറിയാം ഓനെ വിട്ടാൽ ഇന്നെ വിടും. ഇത് അച്ഛനും ബാപ്പയും തമ്മിലുള്ള വല്ലാത്ത ഒരു സിങ്ക്രണൈസ് ആണെന്ന് പിന്നീട് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ എനിക്ക് സമാധാനമായി, മുഹമ്മദ് പോയിക്കില്ലല്ലോ. അതുകൊണ്ട് തന്നെ മുഹമ്മദിന് സമാധാനമായി, ആ പൊട്ടനും പോയിക്കില്ലല്ലോ എന്നുള്ള സമാധാനത്തോടു കൂടി നമ്മൾ പിന്നെ എന്താ പറയുക, നായിനെ എറിഞ്ഞുകൊണ്ട് വയ്യന്നെ നടന്നു. പക്ഷെ ഇന്നത്തെ രക്ഷകർത്താക്കൾ നോക്കുമ്പോൾ ഇല്ലേ, അപ്പുറത്തവനൊന്നും അവർ മൈൻഡ് ചെയ്യുന്നില്ല. എൻ്റെ മക്കൾ എൻ്റെ മക്കൾ എൻ്റെ മക്കൾ, എനിക്ക് കിട്ടാത്ത സൗഭാഗ്യങ്ങളെല്ലാം എൻ്റെ മക്കൾക്ക് കിട്ടണമെന്നുള്ള വല്ലാത്ത വാശിയുണ്ട് കേരളത്തിലെ പുതിയ രക്ഷാകർത്താക്കൾക്ക്. ആ വാശിയാണ് മക്കളെ വല്ലാത്ത നിലയിലേക്ക് തകർക്കുന്നത് എന്നുള്ള ബോധം ഉണ്ടാവേണ്ടത് കുട്ടികൾക്കല്ല, ആർക്കാ? രക്ഷാകർത്താക്കൾക്കാണ്. അതുകൊണ്ട് നിങ്ങളെ മക്കൾ നിങ്ങൾ പറഞ്ഞാൽ കേൾക്കണം. നിങ്ങളെ മക്കൾ അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന സംസാരം അതാണ്. നിങ്ങളെ മക്കളുടെ മാനേഴ്സും മക്കളുടെ സ്വഭാവ സവിശേഷതകളും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു നല്ല ബാപ്പയും ഉമ്മയുമായിട്ട് നിങ്ങൾ മാറണം. നിങ്ങൾ നല്ലൊരു ബാപ്പയാണോ? നല്ല ബാപ്പയാണോ? നിങ്ങൾ മിണ്ടൊന്നുമില്ല. നിങ്ങളെ നോട്ടെല്ലാം കണ്ടാൽ വിചാരിക്കും ഞാൻ കഞ്ചാവാറ്റം വിൽക്കുവാൻ വന്നൊരുത്തെ നിങ്ങളൊരു തങ്കപ്പെട്ട മനുഷ്യന്മാർ. ഞാൻ പഠിച്ചുകൊണ്ടുവന്ന സാധനമെല്ലാം മറന്നൊന്നുണ്ട് കേട്ടോ. നിങ്ങൾ ഈ നോട്ടാണെങ്കിൽ ഒന്നും പറയാൻ നിനക്കാവില്ല. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, കുറച്ചും കൂടി നല്ലോണം എന്നെ നോക്കണം. എന്നാൽ ഞാൻ ക്ലാസ് അങ്ങനെ തുടങ്ങാം, അതവിടെ മറ്റേതവിടെ നിൽക്കട്ടെ. നിങ്ങൾ മനുഷ്യന്മാരാണോ? യെസ് ഓർ നോ? വെരി ഗുഡ്. കുറച്ചാൾക്ക് മനസ്സിലാക്കിയില്ല, കുറച്ചാളിങ്ങനെ നോക്കും അല്ലേ, ഇവന് കണ്ടിട്ട് തോന്നുന്നില്ലേ? ശരിക്കും പറഞ്ഞതല്ലേ, എനിക്ക് നിങ്ങളെ കണ്ടിട്ട് മനുഷ്യനാന്ന് തോന്നുന്നേ ഇല്ല. നിങ്ങൾക്കെന്തല്ലോ പ്രശ്നമുണ്ടോ? പ്രശ്നമുണ്ടോ? അതുകൊണ്ട് ഇന്നു മുതൽ നമ്മളൊക്കെ മനുഷ്യനാവാൻ ശ്രമിക്കും. ഈ തൊണ്ടിക്കാടൻ കുടുംബസംഗമത്തിൽ നിന്ന് ഇന്ന് പോകുമ്പോൾ എൻ്റെ മുമ്പിലിരിക്കുന്ന സകല മനുഷ്യജന്മങ്ങളും യഥാർത്ഥ മനുഷ്യന്മാരായിട്ട് പോകണം. നിങ്ങൾക്ക് ഇതുവരെ മനുഷ്യന്മാരാണെന്ന് തോന്നിയിട്ടില്ല? അല്ല തോന്നിയിട്ടുണ്ടല്ലോ മനുഷ്യനല്ല എന്ന് തോന്നിയിട്ടില്ല? ഇല്ല. നിങ്ങൾ എന്തെങ്കിലും ഒന്ന് മിണ്ടെന്ന് ഈ ചോറും ബിരിയാണിയെല്ലാം നിന്നിട്ട് ഇങ്ങനെ ഇരുന്നായില്ലേ, നിങ്ങൾക്ക് ആകെ അബദ്ധമായി പോകും. ഒരിക്കൽ കൂടി ഞാൻ ചോദിക്കാം, നിങ്ങൾ മനുഷ്യന്മാരാണോ? യെസ്. കുറച്ചാൾ യെസ്, കുറച്ചാൾ നോ, കുറച്ചാൾ എൻ്റെ കുടുംബത്തിൽ വന്നിട്ട് ഇഞ്ഞി ചോദ്യം ഞാൻ ഉത്തരം. ഇതാണ് മലയാളി. തങ്കപ്പെട്ട ഇത് നല്ല മലയാളി തന്നെ കേട്ടത്. പക്ഷെ മനുഷ്യൻ്റെ ലക്ഷണം 4 ലക്ഷണങ്ങളാണ് മനുഷ്യനുള്ളത്. ഈ 4 ലക്ഷണങ്ങളിൽ പിടിച്ച് ജീവിച്ചാലില്ലേ നിങ്ങൾക്കൊരു സമ്പത്തും ഒരു സംഗതിയും ഇല്ലാതെ സമാധാനപരമായിട്ട് ഇവിടെ ജീവിക്കാൻ കഴിയും. നിങ്ങളെ മക്കളെ നിങ്ങൾക്ക് കൃത്യമായി നിരീക്ഷിക്കാൻ കഴിയും. അതിനൊന്നാമത്തത് സ്വഭാവം എന്താണെന്നോ, മനുഷ്യന് മാത്രമേ നട്ടെല്ല് നിവർത്തിയിരിക്കാൻ കഴിയൂ. ലോകത്ത് നട്ടെല്ല് നിവർത്തിയിരിക്കാൻ കഴിയുന്ന ഏക ജന്തു മനുഷ്യനാണ്. നിങ്ങളെല്ലാം നട്ടെല്ല് നിവർത്തിയിട്ടായിരിക്കുന്നത്?
എല്ലാവരും ഒന്ന് നട്ടല് നിവർത്തി നോക്കട്ടെ ഉണ്ടോന്ന്. സംഭവം ഉണ്ട് കേട്ടോ നിങ്ങൾക്ക്. അപ്പോൾ ഇത്ര നേരം നിങ്ങൾ എങ്ങനെയാണ് ഇരുന്നത്? സ്കൂട്ടർ സ്റ്റാൻഡുമ്പോൾ തട്ടിയ പോലെ ഇങ്ങനെ അങ്ങനെ ആയിപ്പോയി നിങ്ങൾ. പിന്നെ എങ്ങനെയാണ് നിങ്ങൾ നന്നാകുക? നിങ്ങളെ കണ്ടിട്ടല്ലേ നിങ്ങൾ മക്കൾ പഠിക്കുക. നിങ്ങൾ സ്കൂട്ടറുമ്പോൾ തട്ടിയാണെങ്കിൽ ഐറ്റുകൾ ബുള്ളറ്റ് സ്റ്റാൻഡുമ്പോൾ തട്ടിയ പോലെ കുറച്ചും കൂടി മടങ്ങിയിട്ടുണ്ടാവും. അതുകൊണ്ട് ഇന്ന് മുതൽ നട്ടല്ലങ്ങ് നിവർന്നോട്ടെ. ഈ നട്ടലിലാണ് കുടുംബത്തിൻ്റെ കണ്ണ്. അച്ഛനും അമ്മയും മക്കളുടെ നട്ടല് വളഞ്ഞു പോകുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. ഞാനിപ്പോൾ അടുത്താട്ടോ ഈ ക്ലാസ് എനിക്ക് കിട്ടിയ തിരുവനന്തപുരത്തൊരു കോഴ്സിന് പോയപ്പോഴാണ്. ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്ന് കൊറോണ കഴിഞ്ഞാൽ വന്ന് നോക്കുമില്ല. എൻ്റെ മോനെ ഞാൻ ആദ്യം നോക്കി. ഞാനെല്ലാം അങ്ങനെയാണല്ലോ. എൻ്റെ വീട്ടിലേക്ക് ഈ സാധനം ഉണ്ടോയെന്നല്ലേ നോക്കേണ്ടത്. ഞാൻ എൻ്റെ 3ാം ക്ലാസ്സിലെ ചെക്കനെ നോക്കുമ്പോൾ ഇല്ലേ, കൊറോണയ്ക്ക് ശേഷം അവൻ്റെ ഇരിപ്പത്ര ശരിയല്ല. ഓനേടെ ഇരിക്കും മോൻ്റെ കയ്യിലൊരു ഫോണ്, ഒരു കയ്യിൽ പഴംപൊരി, ഒരു കയ്യിൽ കട്ട്ലറ്റ്, എന്തെങ്കിലും ഇങ്ങനെ, ഒരു കാല് ചുമരും വലി, ഒരു കാല് എവിടെയാണ് വെക്കണ്ടേന്ന് ഓന് മനസ്സിലായിട്ടേ ഇല്ല. ഞാൻ ഓൻ്റെ ഒരു ഫോട്ടോ എടുത്ത് നോക്കുമ്പോൾ ഒരു നീരാളീൻ്റെ ഒരു അവതാരത്തിനെ പോലത്തെ ഒരു ചെക്ക. അങ്ങനെ ആ ജൂൺ 1-ാം തീയതി എൻ്റെ വീട്ടിലേക്ക് അപ്പുറത്തെ ടീച്ചേഴ്സ് എല്ലാം വന്നിട്ട് പറഞ്ഞു, പോലീസെ സ്കൂൾ തുറക്കുന്നുണ്ട്. അവൻ അതിയാ, ഞാൻ എൻ്റെ മോനെ സ്കൂളിലേക്ക് വിടണം. ഞാൻ പറഞ്ഞു, ടീച്ചറെ എനിക്കൊരു പ്രശ്നമുണ്ട്. എൻ്റെ മോന് ബെഞ്ചും ഡെസ്കും മതിയാവുമെന്ന് ഞാൻ അറിയില്ല. നമ്മളെ സ്കൂളിൽ ഇപ്പം ബെഞ്ചും ഡെസ്കും തന്നെയാണോ ടീച്ചറെ എന്ന് ചോദിച്ചപ്പോൾ ടീച്ചർ എന്നോട് ചോദിച്ചെന്നറിയോ, ഇനി ഞാനെല്ലാം പഠിച്ച ബെഞ്ചും ഡെസ്കില്ല, പിന്നെ എൻ്റെ മോന് മാത്രം എന്നെ കുറേ ചീത്ത അയാൾ. ഞാൻ പറഞ്ഞു, അതുകൊണ്ടല്ല ടീച്ചറെ, എൻ്റെ ചെക്കൻ ഇപ്പം എന്തെല്ലോ ആയിപ്പോയിന്, ഓന് ബെഞ്ചും ഡെസ്കും മതിയാവുമെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞപ്പോൾ ടീച്ചർ എന്നെ സമാധാനിപ്പിച്ചെങ്ങനെയാണെന്നറിയോ, സാരയില്ലടോ, എൻ്റെ അടുത്ത 2 അങ്ങനെ തന്നെയാണ്, അതങ്ങ് നീരുമായിരിക്കുമെന്ന് പറഞ്ഞപ്പോഴാണ് എനക്കൊരു സമാധാനമായത്. നിങ്ങൾക്കിപ്പോൾ എങ്ങനെ ഒരു സമാധാനം ഉണ്ടാ? നിങ്ങളെ മക്കളെല്ലാം എങ്ങനെ നട്ടല് നിവർത്തിയിട്ടാണോ? പോട്ടെ, നിങ്ങളെ കുറച്ചും കൂടി വലിയ മക്കളെ നോക്ക്. ഐറ്റകൾ വാങ്ങിയ ബൈക്ക് ഏത് കോലത്തിലുള്ളതെന്ന് പറയാങ്ങൾ? ഐറ്റകൾ ചെരേമപ്പോന്ന പോലത്തെ ഒരു ബൈക്കാണോ വാങ്ങിയത്? ഇങ്ങനത്തെ ആണോ? പിന്നെ നിങ്ങൾ എന്ത് രക്ഷാകർത്താക്കളാ? നിങ്ങൾക്ക് വല്ല ബോധമുണ്ടോ? 15 കൊല്ലം കഴിഞ്ഞാൽ ഐറ്റകൾ ഊരെ നശിച്ച് പണ്ടാരടങ്ങി പോകുന്നുള്ള ബോധം നിങ്ങൾക്കുണ്ടോ? ആ കുട്ടികളോട് നിങ്ങൾ പറഞ്ഞോ, മക്കളെ അങ്ങനത്തെ ആ മുന്നിലുള്ളോ ഇങ്ങനെ ചെരേമപ്പ് പൊത്തിപ്പിടിച്ച പോലത്തെ, ആ ബേക്കിലുള്ള ആളോ ഒരു ഉപ്പും ചാക്ക് പുറത്തിട്ട പോലത്തെ ഒരു സാധനം കൊണ്ട് ഈരോടി പോകുന്ന ബൈക്ക് നിങ്ങൾ കണ്ടിട്ടില്ല? ഇവിടെ ഇല്ല അങ്ങനത്തെ ബൈക്ക്. 2ാമത്തെ ബൈക്ക് തമിഴ്നാട്ടിലെ ശവം കൊണ്ടുവന്ന പോലത്തെ, ബേക്കിൽ ഇങ്ങനെ ഒരു കൊള്ളുമല്ലിരുന്ന പോലത്തെ ഒരു സാധനം ഉണ്ട്. ഉറപ്പിച്ചോ, കേരളത്തിലെ യുവതലമുറയുടെ നട്ടല് തകർക്കാൻ പോകുന്നൊരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ് ആ ബൈക്ക്. ഇവിടെ വലിയ ഹോസ്പിറ്റലുകളെല്ലാം പൊന്തുമ്പോൾ നിങ്ങൾ ആലോചിച്ചോ, ഓലിക്ക് നിങ്ങളെ ജലദോഷവും പിന്നെ ചൊറിയൊന്നും കൊണ്ട് ആ ഹോസ്പിറ്റലൊന്നും റൺ ചെയ്യാൻ കഴിയില്ല. അവർക്ക് ഊര പൊട്ടണം, അവർക്ക് നിങ്ങളെ ഹൃദയം പൊട്ടണം, തലച്ചോറ് ചിതറണം, എന്നാൽ മാത്രം ആ ഹോസ്പിറ്റലുകൾ നിലനിൽക്കൂ. അപ്പോൾ 15 കൊല്ലം കഴിഞ്ഞാൽ നിങ്ങൾ ആ ഹോസ്പിറ്റലിൽ നിങ്ങളെ മക്കളെ ദാനം ചെയ്യേണ്ടി വരുമെന്നുള്ള ബോധം നിങ്ങൾക്കില്ലാത്തടത്തോളം കാലം നിങ്ങളെ രക്ഷാകർത്താവ് എന്ന് വിളിക്കാൻ ഞാൻ തയ്യാറല്ല. ഇനി ഐറ്റകൾക്ക് 40-35 വയസ്സായിട്ട് ഊരവേദന കൊണ്ട് പൊളയുമ്പോൾ, മുട്ടുവേദന വന്ന് പൊളയുമ്പോൾ ആ കുട്ടി ബാപ്പയോടും ഉമ്മയോടും ചോദിക്കും, ഉമ്മ ആ പ്രായത്തിൽ എന്നെ അതിൽ നിന്ന് തിരുത്താൻ നിങ്ങൾക്ക് കഴിഞ്ഞിരുന്നുവെങ്കിൽ ഈ വേദന കൊണ്ട് ഞാൻ പൊളയേണ്ടി വരുമായിരുന്നോ എന്ന് നിങ്ങളുടെ മക്കൾ നിങ്ങളോട് ചോദിച്ചിട്ടുണ്ട് എങ്കിൽ അതിനുള്ള മറുപടി ഇന്നേ കടലാസിൽ എഴുതി കുറിച്ച് വെക്കുക. അതുകൊണ്ട് നട്ടല് എവിടെ ഇരിക്കുമ്പോഴും, കസേലമ്മലിരിക്കുമ്പോഴും കട്ടിലിരിക്കുമ്പോഴെല്ലാം നട്ടല് വളയാതെ നിങ്ങൾ ഇരിക്കണം. ഏറ്റവും നല്ലത് ഇന്ത്യൻ ക്ലോസറ്റ് ഉപയോഗിക്കുന്ന മനുഷ്യന് ഏറ്റവും നല്ലത്. ആ യൂറോപ്യൻ ക്ലോസറ്റെല്ലാം വന്നതോടുകൂടിയാണ് ഓർത്തോ വിഭാഗം ഇവിടെ തഴച്ചു വളർന്നത്. ഞാനിത് പറയാൻ കാരണം, ഞാൻ 10 ആക്സിഡൻ്റ് ആയ ഒരു ചങ്ങായി. എന്നെ കണ്ടിട്ട് നല്ല സുന്ദരനെ പോലെ ഇല്ലേ? ഞാൻ വലിയ സുന്ദരൻ, നിങ്ങൾ സുന്ദരൻ മുഖത്തിലെല്ലാം ഉണ്ടെങ്കിലും ഉള്ളു പൊട്ടിച്ചതൊരു മനുഷ്യനെ. ഞാൻ 10ഓളം ആക്സിഡൻറ്റ്, കഡാ 10 ഞാൻ മരിച്ചെന്ന് ഡോക്ടർ പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞു, ഞാൻ മരിക്കില്ല എന്നുള്ളൊരൊറ്റ വാശിയോട്. ഞാൻ ഫസ്റ്റ് ആക്സിഡൻ്റായി ഞങ്ങൾ ഇവിടെ നിന്നാണ്, മൂച്ചിക്കൽ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ്. മൂച്ചിക്കലിൽ നിന്ന് ആ ചെറിയൊരു വളവുണ്ട് അവിടെ. ആ വളവിൽ നിന്നൊരു ബസ്സിലൊരു പ്രതീനി കൊണ്ടുപോകുമ്പോൾ ആ ബസ്സിലൊരു മീൻ ലോറി വന്ന് ഇടിച്ചാ കറക്റ്റ് എൻ്റെ കൈമ്മലായിപ്പോയി മീൻ ലോറി ഇടിച്ചത്. ഞാനിങ്ങനെ വെച്ച ഈ കൈ ഇവിടുന്ന് അറ്റ് താഴെ വീണുപോയി, കൈ പൊട്ടി താഴെ വീണുപോയി. ബസ്സിൽ എന്നെ കണ്ടോനെല്ലാം ബോധം കെട്ട് വീണുപോയി. അതാ ഏറ്റവും രസം. പക്ഷെ ഞാൻ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ എൻ്റെ ബോധവും പോയി. ഈ മൂച്ചിക്കലൊരു അൽമാസ് എന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നു ആ സമയത്ത്. ആ അൽമാസ് ഹോസ്പിറ്റലിൻ്റെ ഏതോ റൂമിൽ ഞാനിങ്ങനെ ബോധം തെളിഞ്ഞിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ ഇല്ലേ, ഞാൻ നോക്കുമ്പോൾ ഫാൻ ഇങ്ങനെ കറങ്ങുന്നു. അപ്പം എനിക്ക് മനസ്സിലായി മരിച്ചിട്ടില്ല എന്ന്. ഞാൻ അന്നേരം എൻ്റെ വായിൽ വന്നതെന്നറിയോ, എൻ്റെ കൂടെ ഒരു പ്രതി ഉണ്ടായിരുന്നല്ലോ, 46ഓളം കേസുകളിലെ ഭീകരനായ പ്രതിനെ കൊണ്ടാണ് ഞാൻ പോകുന്നത്. ഞാൻ പറഞ്ഞു, പ്രതി എന്തായാലും ഓടിയിട്ടുണ്ടാവും. പ്രതി ഓടിയാലും കൈ പൊട്ടിയാലും കാല് പൊട്ടിയാലും ജീവൻ പൊട്ടിയാലും നമ്മൾ സസ്പെൻഷൻ ഉറപ്പാണ്.
ഞാൻ ആ ഫാനിനെ നോക്കി പറഞ്ഞു, പഠിച്ചോനെ പ്രതി പോയി, സസ്പെൻഷനായി, എൻ്റെ മൊബൈൽ ഫോൺ എടിയോ പോയി, കീശയിലുള്ള 3500 രൂപ കാണുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു. ഒരശരീരി പോലെ പുറകുവശത്തു നിന്നൊരു ശബ്ദം, പ്രതി പോയിട്ടില്ല, പ്രതിൻ്റെ മടിയിലാണ് പോലീസ് നിങ്ങൾ കിടക്കുന്നത്, നിങ്ങളെ മൊബൈൽ ഫോൺ എൻ്റെ കയ്യിൽ സുരക്ഷിതമായിട്ടുണ്ട്, 3500 രൂപ കീശയിലില്ല, 210 രൂപയേ ഉള്ളൂ. പ്രതിയാണ് സത്യസന്ധൻ. ഞാൻ വെറുതെ ഒരു 3500 അങ്ങ് പറഞ്ഞാ. നോക്കുമ്പം 46 കേസിലെ പ്രതി ഒരു പോലീസുകാരനെ രക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ആരാണ് ജീവിതത്തിൽ എപ്പോഴാണ് രക്ഷകനായി വരിക എന്നുള്ള ഒരു ബോധം എനിക്ക് അപ്പോഴാണ് ഉണ്ടായത്. അതുകൊണ്ട് ആരും വില കുറച്ച് കാണണ്ട. നിങ്ങൾ ഏതൊരു മനുഷ്യനെയും സ്നേഹിക്കാനും അവനെ ചേർത്ത് പിടിക്കാനും കഴിയുമ്പോഴാണ് ജീവിതം സക്സസ് ആവുള്ളൂ. അതുകൊണ്ട് ആ വേദന എനിക്കറിയാവുന്നത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ മക്കൾക്ക് ഊരവേദനയും മുട്ടുവേദനയും വരരുത്. വന്നാൽ ആ ജീവിതം അവിടെ അവസാനിക്കും. അതുകൊണ്ട് നട്ടല് വേണം. രണ്ടാമത്തെ പ്രത്യേകത, മനുഷ്യന്മാർക്ക് മാത്രമേ കണ്ണിലേക്ക് നോക്കിയിരിക്കാൻ പറ്റൂ. നിങ്ങൾ മനുഷ്യന്മാരാണോ? എല്ലാവരും എൻ്റെ കണ്ണിലേക്കൊന്ന് നോക്ക്. പറ്റുന്നുണ്ടാ? അതിനല്ല നിങ്ങൾക്ക് പറ്റുന്നുണ്ട് കേട്ടാ. നിങ്ങൾ കുഴപ്പമൊന്നുമില്ല, കുറേയെല്ലാം നന്ന് നിങ്ങൾ. എന്നാൽ മൂന്നാമത്തെ പ്രത്യേകതയോടുകൂടി നിങ്ങൾ മനുഷ്യനാണോ എന്ന് ഇപ്പം തെളിയും. ഇവിടെ മനുഷ്യൻ്റെ മൂന്നാമത്തെ പ്രത്യേകത, ലോകത്ത് മനുഷ്യന് മാത്രമേ കണ്ണിലേക്ക് നോക്കി ചിരിക്കാൻ കഴിയൂ. കണ്ണിലേക്ക് നോക്കി ചിരിക്കാൻ കഴിയുന്ന ഏക ജന്തു മനുഷ്യനാണ്. എല്ലാവരും എൻ്റെ കണ്ണിലേക്കൊന്ന് നോക്ക്, ഒന്ന് പൊട്ടിച്ചിരിക്കും. ഞാൻ പറഞ്ഞില്ല നിങ്ങൾക്ക് വരാൻ തന്നെയാണ്. കാരണം എന്താ അറിയോ, നിങ്ങൾക്ക് ചിരിക്കുവാനൊന്നും പറ്റുന്നില്ല. ഈ ചിരി നിങ്ങളുടെ മുഖത്ത് വിരിയാത്തിടത്തോളമല്ലോ. ഖുർആൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ടല്ലോ. ഖുർആനിൽ എന്താ പറഞ്ഞത്? നബി പറഞ്ഞത് എന്താ? പുഞ്ചിരിയാണ് ലോകത്തെ ഏറ്റവും മഹത്തായ ദാനം. പിന്നെന്താ നിങ്ങൾക്ക് ചിരിക്കാൻ മടി? അതുകൊണ്ട് ഇന്ന് മുതൽ സക്കാത്തായിട്ട് നിങ്ങൾക്ക് പൈസ ഇല്ലെങ്കിലും സാരമില്ല, കൊടുക്ക് പുഞ്ചിരി എന്നല്ലേ പറഞ്ഞിട്ടില്ലേ? കൈകൾ പരസ്പരം കൈമാറി ചിരിക്ക്. എന്നിട്ട് എന്താ നിങ്ങൾ ചിരിക്കാതിരുന്നത്? അതാണ് മുഹമ്മദ് നബി പറഞ്ഞത്, മനുഷ്യനാവണം. മുസ്ലിം മതം മനുഷ്യൻ്റെ മതമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? പരസ്പരം പുഞ്ചിരിക്കണം. ആ പുഞ്ചിരി തിരിച്ചു കൊണ്ടുവരുന്നത് മനുഷ്യന് മാത്രമേ കഴിയൂ. അത് അയാൾക്ക് മനസ്സിലാക്കി, നിങ്ങൾക്ക് മനസ്സിലാക്കില്ല ഇപ്പോൾ. അതുകൊണ്ട് ഉമ്മക്ക് എന്ത് ചെയ്യണം? ആ നബിയുടെ അനുയായികളായി മാറണമെങ്കിൽ നിങ്ങൾ കണ്ണിലേക്ക് നോക്കി ചിരിക്കണം. എൻ്റെ കണ്ണിലേക്ക് ഒന്നും കൂടി ഒരവസരം കൂടി ഞാൻ തരാം. ഒന്നുകൂടി നോക്ക്, പൊട്ടിച്ചിരിച്ചട്ടെ. നല്ല സ്കോപ്പ് ഉണ്ട് കേട്ടോ ഈ കുടുംബത്തിൽ. കോളേജ് ഓഫ് ലാഫിംഗ് എന്ന് പറഞ്ഞിട്ടൊരു കോളേജ് തുടങ്ങിയിട്ടുണ്ട്. എറണാകുളം മഹാരാജാസ് കോളേജിൻ്റെ മുമ്പിലുണ്ട്. 2500 രൂപയാണ് മാസ ഫീസ്. ആഴ്ചയിൽ 4 ക്ലാസ്. നിങ്ങളെല്ലാം അവിടെ ചേരണം. ആ മഹാരാജാസ് കോളേജിൻ്റെ ആ ഗ്രൗണ്ടിൻ്റെ അങ്ങേ സൈഡിൽ ഞായറാഴ്ച നിങ്ങൾക്ക് കാണാം 10-40 കുട്ടികളും പല പ്രായത്തിലുള്ള മനുഷ്യന്മാരാ കുട്ടികൾ. മാഷ് വടിയെടുത്തിട്ട് ചിരിക്കടാ ചിരി അടി കിട്ടുമെന്ന് പറഞ്ഞാൽ അടിച്ച് ചിരിപ്പിക്കുക മാഷ്. 2500 രൂപ ഫീസ്. മലയാളത്തിൻ്റെ ഗതികേട് ആലോചിച്ചത്. ഞാൻ എന്തായാലും ഇവിടെ തുടങ്ങുന്നുണ്ട്, നിങ്ങളെല്ലാം ചേരണം. 1000 രൂപ മാത്രം ഫീസ് തന്നാൽ മതി, നിങ്ങൾ ചിരിച്ചങ്ങ് മാറും. അല്ല എങ്കിൽ ഇന്ന് വീട്ടിൽ പോയിട്ട് ഒരു കണ്ണാടി വാങ്ങി വെക്കണം, അതിൻ്റെ മുമ്പ് പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ ഈ ചിരി നമ്മളെ കുടുംബത്തിൽ ഇന്ന് തൊട്ട് മുഴങ്ങണം. നാലാമത്തെ പ്രത്യേകത, സങ്കടം വരുമ്പോൾ ഇനി ഞാൻ എൻ്റെ ഒരു തമാശ, നിങ്ങൾ മാത്രമല്ല ചിരിക്കാത്ത കേട്ടോ, എൻ്റെ ഭാര്യ ചിരിക്കില്ല. ഞാൻ അവളോട് പറഞ്ഞു, ഭാര്യയെ ഇനി ചിരിക്കണം. ഓള് ചെഞ്ചിഞ്ഞി അങ്ങനെയാണല്ലോ, നിങ്ങളല്ലേ എന്താണ് ഭർത്താവേ എന്നല്ലല്ലേ നിങ്ങൾ ചോദിക്കുക. എൻ്റെ ഭാര്യ അങ്ങനെയല്ല, കിളുകിളുന്ന് ഇങ്ങനെ എല്ലാത്തിനും ഒരു കിളുകളാണ്. ഞാൻ അവളോട് പറഞ്ഞു, ഭാര്യയെ ഇനി ചിരിക്കണം. ഓള് ചിങ്ങി. ഞാൻ പറയും, മനുഷ്യന്മാർക്ക് മാത്രമേ ചിരിക്കാൻ പറ്റൂ. അപ്പോൾ എന്നോട് ചോദിക്കുവാണേ, മനുഷ്യന്മാരെ ചിരിക്കൂ? ഞാൻ എനിക്ക് എൻ്റെ അറിവിൽ മനുഷ്യന്മാരെ ചിരിക്കുള്ളൂ. ഓൾ പറയും, തെറ്റി, ഇങ്ങക്ക് ഇവിടുത്തെ പശു ചിരിക്കും. നിങ്ങൾ പശുവിനെ കണ്ടില്ല? ഒരു 4 കാലിലുള്ള ഒരു സാധനം പശുവിനെ കണ്ടിട്ടില്ല? ആ പശുവുമൊക്കെ പാൽ തരുമെന്നെല്ലാം പഠിച്ചില്ല നിങ്ങൾ. ആ പശു ചിരിക്കും പോലും. പശു ചിരിക്കുമോ? ഞാൻ പറയും, ഭാര്യയെ എന്നാൽ പശു ചിരിക്കും, ഇനി എന്നെ ഒന്ന് വിളിക്കണം, എന്നാലല്ലേ എനിക്ക് ക്ലാസ് എടുക്കാൻ പറ്റൂ. അങ്ങനെ ഒരു ദിവസം ഉച്ചക്ക് ഉറങ്ങുമ്പോൾ അവൾ വിളിച്ച്, ഇതാ പശു ചിരിക്കുന്നു, വേം വരിയേ. ഞാൻ കിട്ടിയ മുണ്ടും എടുത്തിട്ട് പശുവിൻ്റെ ആലയിലേക്ക് ഓടി. ആലയിലേക്ക് നോക്കുമ്പോൾ ഞാൻ എൻ്റെ പശുവില്ലേ, നിങ്ങൾ പശുവിനെ കണ്ടില്ലേ? പശുവിന് വയറ്റുന്ന വേനിയാകുമ്പം പശുവിനൊരു എന്നൊരാക്കലുണ്ട്, കണ്ടിട്ടുണ്ട് നിങ്ങൾ? ഇത് കണ്ടിട്ടാണ് എൻ്റെ ഭാര്യ പറയുന്നത് പശു ചിരിക്കുന്നു. നിങ്ങൾ എൻ്റെ ടീമാണോ എൻ്റെ ഭാര്യേൻ്റെ ടീമാണോ? നിങ്ങൾ ആരുടെ ടീമാണ്? അതുകൊണ്ട് ഇന്ന് മുതൽ വീടുകളിൽ ചിരി വിരിയണം. നാലാമത്തെ പ്രത്യേകത, സങ്കടം വരുമ്പോൾ കരയണം. സങ്കടം വരുമ്പോൾ കരയുന്ന ഒരു മനുഷ്യനും പാതി വഴിയിൽ ജീവിതം അവസാനിപ്പിച്ചിട്ടില്ല.
പാതി വഴിയിൽ ജീവിതം അവസാനിപ്പിക്കുന്ന മനുഷ്യന്മാർക്കൊക്കെ കണ്ണുനീരില്ലാത്ത മനുഷ്യന്മാരാണ്. ഞാനിപ്പോഴും എൻ്റെ ഭാര്യ പറയുന്ന അറിയാൻ, ഞാനൊക്കെ കുറേ കരഞ്ഞിന്, അതുകൊണ്ട് എൻ്റെ മക്കളെ ഞാൻ കരയിപ്പിക്കൂല. ആടെ തന്നെ തീർന്നില്ലേ, മക്കൾ മനുഷ്യനെല്ലാം ഉണ്ടാക്കിയതോളല്ലേ, മക്കൾ കരയണ്ടേ? പരീക്ഷ നിങ്ങൾ പത്രം തുറന്നു നോക്കിയാൽ നിങ്ങൾ പത്രം തുറന്നു നോക്കിയാൽ കുട്ടികൾ മരിക്കുന്നതിനെ പരീക്ഷയിൽ തോക്കുമെന്ന് ഭയന്ന് കുട്ടി മരിച്ച്, അക്വരത്തിൽ മീൻ മരിച്ചിട്ട് കുട്ടി മരിച്ച്, ഭാര്യയും ഭർത്താവും പിരിഞ്ഞ്, ഇങ്ങനെ നിരന്തരം വാർത്തകൾ കേൾക്കുന്നത് എന്താ? ടൂറിന് വിടാത്ത കുട്ടി പുഴയെ തുള്ളി മരിച്ച്, പരീക്ഷയെ തോറ്റ കുട്ടി സൂയിസൈഡ് തൂങ്ങി മരിച്ചു എന്ന് കഴിഞ്ഞ ഏപ്രിൽ മാസം പത്രത്തിൽ വന്നപ്പോൾ ഇല്ലേ, എൻ്റെ 92 ചിരിച്ച് പണ്ടാരടങ്ങിപ്പോയി. ഞാൻ ചോദിച്ചല്ല 92, നിങ്ങളപ്പോഴും ഒരു കുട്ടി മരിച്ചാൽ ചിരിക്കുക നിങ്ങൾ? അപ്പം അമ്മ പറഞ്ഞതെന്നറിയോ, അതിനല്ല ഞാൻ ചിരിച്ചത്, പരീക്ഷയിൽ തോറ്റിട്ട് മരിക്കുകയായിരുന്നുവെങ്കിൽ ഈ വീട് നിറച്ചും എൻ്റെ ശവം ആടിക്കളിക്കണമായിരുന്നല്ലോ എന്ന്. കാരണം പരീക്ഷയിൽ നിരന്തരം തോറ്റൊരു ചങ്ങായിയാണ് ഞാൻ മരിച്ചില്ല. ഞാൻ മരിക്കാതിരിക്കാൻ 2 കാരണമുണ്ട്. ഒന്ന്, എൻ്റെ 1ാം ക്ലാസ്സിലെ സൂപ്പി മാഷ് സ്കൂളിൽ പോയപാട് സൂപ്പി മാഷ് പറയും സ്റ്റാൻഡ് അപ്പ് സിറ്റ് ഡൗൺ. നിങ്ങൾക്ക് അതുണ്ട് എനവുണ്ട്, ഇപ്പോൾ ഉണ്ട് കേട്ടത്, സ്റ്റാൻഡ് അപ്പ് സിറ്റ് ഡൗൺ. നമ്മളെല്ലാം നിൽക്കൂ, ഒയ് അങ്ങനെല്ലാം പറഞ്ഞിട്ട് സൂപ്പി മാഷ് പറഞ്ഞു എല്ലാവരും നല്ലവണ്ണം പഠിക്കണം. ഞങ്ങളെല്ലാം പറഞ്ഞു ഓ പഠിക്കാണ്ടെന്താ, അങ്ങനെയല്ലേ നമ്മളെല്ലാം പറയാം, പഠിക്കണം എന്ന് നമ്മളെല്ലാം അങ്ങനെയല്ലോ. ഇന്ന് മാഷ് ആക്കിക്കൊണ്ടാണ് പറയുന്നതെങ്കിലും നമ്മളെല്ലാം ഒറ്റ സ്വരത്ത് പറഞ്ഞ്. പിന്നീട് മാഷ് പറഞ്ഞു പഠിച്ചിട്ടില്ല എങ്കിൽ തോക്കും പൊട്ട, തോറ്റാൽ ഞാൻ അടിക്കും പൊട്ട. ഇത് കേട്ടപ്പോൾ എൻ്റെ അപ്പുറത്തിരിക്കുന്ന മുഹമ്മദ് പറഞ്ഞു മാഷെങ്ങനെ നമ്മളെ പൊട്ട എന്ന് വിളിക്കുക? ഇനി എൻ്റെ അച്ഛനോട് പറഞ്ഞിട്ട് മാഷ കാലും കൈയും തച്ചൊടിച്ചാൽ ഇനി വേഗം നമുക്ക് അച്ഛൻ. പിന്നെ ജനഗണ പാടുവാനും നമ്മൾ നിന്നില്ല. ജയ എന്ന് പറയാമെന്ന് തന്നെ നമ്മൾ പറമ്പ് ബുക്ക് എടുത്ത് ഓടി. എൻ്റെ അച്ഛൻ കോനാലിരിക്കുമ്പോൾ അച്ഛനോട് മുഹമ്മദും ഞാനും അച്ഛൻ്റെ അടുത്തേക്ക് പോയി പറഞ്ഞു. അച്ഛൻ ഉടനെ വീട്ടിൽ കയറിപാടെ ഓൻ്റെ ബാപ്പ ഗൾഫിലാണ്, അതുകൊണ്ട് തന്നെ എൻ്റെ അച്ഛനോടാണ് എല്ലാം പറയുക. അച്ഛനോട് അച്ഛൻ കയറി ചെന്ന പാട് ചോദിച്ചു മാഷ് എന്തൊക്കെ പഠിപ്പിച്ചു? ഞാൻ പറഞ്ഞു നല്ലോണം പഠിക്കണം പൊട്ട, പഠിച്ചിട്ടില്ലെങ്കിൽ അടിക്കും പൊട്ട എന്ന് മാഷ് പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ മുഹമ്മദ് പറഞ്ഞു മറ്റേ പൊട്ടാന്ന് വിളിച്ചത് പറയാൻ, എന്നാലല്ലേ അച്ഛൻ മാഷ അടിക്കുള്ളൂ. ഞാൻ എൻ്റെ അച്ഛനോടാണ് അച്ഛാ മാഷ് കുട്ടികളെ പൊട്ട എന്ന് വിളിക്കാൻ പാടുണ്ടോയെന്നാണ് ഞാൻ ചോദിക്കാൻ. പൊട്ട എന്ന് വിളിക്കാമെന്ന് ചോദിക്കുമ്പോൾ തന്നെ അച്ഛൻ എന്നെ അതിൻ്റെ മേലേക്ക് കയറി പറഞ്ഞു മാഷ അടിയും കൊണ്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് എങ്കിൽ ഇന്നെ ഞാൻ കൊല്ലും മരപ്പൊട്ട. സംഗതി എനക്ക് മനസ്സിലായി. ഞാൻ മുഹമ്മദോട് പറഞ്ഞു ഇഞ്ഞി മുണ്ടണ്ട, കിട്ടുന്നതും കിട്ടിയിട്ട് ഇങ്ങ് പോരുക, ഇവിടെ വന്നിട്ട് ഇളക്കിയിട്ട് ഇവിടുന്നും കിട്ടണ്ട. അതിന് ശേഷമല്ലേ പരീക്ഷ തോറ്റാൽ ഒന്നുമില്ല, മനസ്സിലായല്ലേ? സൂപ്പി മാഷ് സ്റ്റാൻഡപ്പ് ഓ അടിച്ചോളി. കാരണം എന്താ, പരീക്ഷ തോറ്റു, ആ അടി വാങ്ങിയിട്ട് തുടച്ചുകൊണ്ട് തന്നെയാണ് ഈ മൈക്കൊക്കെ പുറകിൽ നമ്മൾ എത്തിയത്. നിങ്ങളെ കുട്ടികളെന്താ പരീക്ഷ തോറ്റിട്ട് തൂങ്ങിയിരിക്കുന്നത്? അതിറ്റേക്ക് നിങ്ങൾ പറഞ്ഞ് മരിച്ചാൽ പിന്നെ ഞാൻ ജീവിക്കുമോ? നമ്മളെ കുടുംബത്തിൻ്റെ അഭിമാനം പാരമ്പര്യം എന്ന് പറഞ്ഞിട്ട് കുട്ടീനെ ഉപദ്രവിച്ചപ്പോൾ അതിൽ നല്ല മരിക്കുന്നതാണ് കുട്ടി അങ്ങ് തീരുമാനിച്ചു. അതുകൊണ്ട് തന്നെ പഠിപ്പൊന്നും വലിയ കാര്യമൊന്നുമല്ല. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ A+ ഒരു വിഷയമല്ല. ലോകത്ത് സ്കൂളിൻ്റെ അതിലോടി പോയാൽ A+ കിട്ടൂലേ? അതുകൊണ്ട് ഒരു ഉമ്മയും ഉപ്പയും A+ൻ്റെ പേരിൽ അഹങ്കരിക്കരുത്. കുട്ടി പഠിക്കട്ടെ, A+ കിട്ടട്ടെ, വളരെ നല്ലത്. ഒന്നും കിട്ടിയില്ലേ, ആയിലും നല്ലത് എന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയണം. അതുകൊണ്ട് തന്നെ അന്ന് തൊട്ടിട്ട് അടി കിട്ടി ശീലിച്ചത് കൊണ്ടാണ് ഇന്നും നമ്മളിവിടെ. എൻ്റെ അച്ഛനൊന്നും തന്നെ രംഗീഷേ കുങ്കീഷേ എന്നൊന്നും വിളിച്ചിക്കൊന്നുമില്ല. എൻ്റെ അച്ഛൻ എന്നെ വിളിച്ച ഏറ്റവും നല്ല വാക്കെന്നറിയോ? പെറുക്കി. എനിക്കതെല്ലാം അഭിമാനത്തോടു കൂടി പെറുക്കിന്ന് വിളിച്ച് അച്ഛൻ വേറൊന്നും വിളിക്കുന്നില്ലല്ലോ എന്നുള്ളതാണ് എൻ്റെ സമാധാനം. അതുകൊണ്ട് തന്നെ ആ പെറുക്കിന്ന് വിളിച്ചുകൊണ്ടല്ലേ ഇന്ന് പോലീസിൽ എനിക്ക് അഭിമാനത്തോടു കൂടി ജോലി ചെയ്യാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ പോലീസിനെ കണ്ടിട്ടില്ലേ? നിങ്ങൾ സമരമൊന്നും ചെയ്തില്ല. സമരമെല്ലാം ചെയ്യുമ്പം പോലീസിനെ വിളിക്കുന്ന മുദ്രാവാക്യം എന്താ? പോലീസെല്ലാം എന്നാലും ജിഞ്ചട് ഇങ്ങനെ. ഞാനും അംസയിൽ ഇങ്ങനെ സമരത്തിനെ തടഞ്ഞു നിൽക്കുമ്പോൾ അംസ ചോദിക്കും ഇതെന്തിനാപ്പ പോലും നമ്മളെ ചീത്ത വിളിക്കുന്നത്, നമ്മളെന്താക്കിനോല. ഞാനതെല്ലാം കേട്ട് ചിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അംസ പറയും ഉളുപ്പുണ്ട് എനിക്ക് ഇതും കേട്ടിട്ട് ഇങ്ങനെ നിൽക്കും. ഞാൻ പറ അംസ ഇവരോട് പോയിട്ട് തെറി മാറ്റി പിടിക്കാൻ പറ. എൻ്റെ അച്ഛൻ്റെ തെറിയുടെ 7 അയലത്ത് എത്തിയിട്ടില്ല അവരുടെ തെറി. അതുകൊണ്ട് തന്നെ ആത്മാഭിമാന ബോധത്തോടു കൂടി നമുക്ക് ഇന്നും ജീവിക്കാൻ കഴിയുന്നു. ഞാൻ മരിക്കാത്തതിന് 2ാമത്തെ കാരണം എൻ്റെ അച്ഛൻ തന്നെയാണ്. എൻ്റെ അച്ഛൻ പണ്ട് സ്കൂളിൽ പഠിക്കുമേ പറയുന്നൊരു വർത്തമാനമുണ്ട്, പോയി ചത്താളാ. പരീക്ഷ തോറ്റ ചങ്ങായി പറയാ പോയി ചത്താളാന്ന്. പരീക്ഷ തോറ്റൊരു ചാണ. ഇത് കേട്ട് വളർന്ന ഞാനില്ലേ 10ാം ക്ലാസ്സിലെത്തിയപ്പോൾ ഞാൻ എൻ്റെ അച്ഛനുമായിട്ട് അങ്ങ് തെറ്റി. 10ാം ക്ലാസ്സിൽ നിന്ന് അച്ഛൻ്റെ മുമ്പിലേക്ക് ഞാൻ വന്നിട്ട് പറഞ്ഞു, അച്ഛനോട് നേരിട്ട് പറയാൻ ധൈര്യമില്ല. അമ്മ കേൾക്കിയ ഞാൻ അച്ഛൻ കേൾക്കിയ അമ്മേനെ വിളിച്ചു. അമ്മ ചോ. ഞാൻ പറയും ഈ ചങ്ങായില്ലേ, ഈ ചങ്ങായി ആരാ?
ഈ ചങ്ങായി ഇങ്ങനെ ചത്തോ എന്ന് പറയുന്നുണ്ട്. ഞാനങ്ങനെ ചാവൊന്നുമില്ല. ചാവുന്നുണ്ട് എങ്കിൽ ചങ്ങായി ഇനിയും കൊണ്ടേ പോകുമെന്ന് പറഞ്ഞൊരു ഒറ്റ ഓട്ടാണ് ഗ്രൗണ്ടിലേക്ക്. അച്ഛൻ എണീറ്റ് വരുമ്പോഴൊക്കെ ഓടിക്കഴിഞ്ഞു. ആ ഒരു വാശി. അതുകൊണ്ടാണ് ഞാൻ മരിക്കുക. 8ാം ക്ലാസ്സിൽ നിന്ന് എനിക്ക് മരിക്കാൻ മുട്ടീന്. മരിക്കാതിരുന്നത് എന്തുകൊണ്ടാണ് മരിക്കാതിരുന്നത് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഞാൻ മരിച്ചാൽ എൻ്റെ അച്ഛൻ സന്തോഷിക്കുമെന്നുള്ള ഒരു കുട്ടിയുടെ വല്ലാത്ത എന്താ പറയുക, ഒരു വിഷമമായിരുന്നു ഞാൻ മരിക്കാതിരിക്കാൻ കാരണം. അങ്ങനെ ചങ്ങായി സൂഹിക്കണ്ട. നിങ്ങളെങ്ങനെയാ? ഞാൻ എൻ്റെ മോളോട് എനിക്ക് അങ്ങനെ ഒരു നന്മ കിട്ടിയിട്ടുണ്ട്, അതെൻ്റെ മക്കൾക്ക് കൊടുക്കണ്ടേ? എൻ്റെ 6ാം ക്ലാസ്സിലെ മോളോട് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഇനി പോയി മരിക്ക്, ഇനി കൊളിച്ചോടരുതോ, ഇനി പോയി ചത്തോ എന്ന് പറഞ്ഞ പോള് പറഞ്ഞു, അച്ഛാ ഞാൻ ചാവ് ഓടുന്നില്ല. ഇനി അഥവാ ചാകുന്നുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ ഞാൻ ഓടുന്നുണ്ട് എങ്കിൽ എൻ്റെ സ്വത്തും പണ്ടവും കിട്ടാണ്ട് ഞാൻ ഓടുമില്ല, മതി. ഞാൻ 10ാം ക്ലാസ്സിൽ നിന്ന് അച്ഛൻ കേൾക്കാതെ പറഞ്ഞ സാധനം ഓൾ എൻ്റെ മുഖത്തോക്കി പറഞ്ഞപ്പോഴാണ് എനിക്ക് സമാധാനമായത്. അതാണ് വിഷയം. എൻ്റെ ഭാര്യയോട് ഞാൻ പറഞ്ഞു, ഇനിയെന്തിനാ എന്നോട് കിടുകിടുകിടു എന്ന് പറയുന്നത് എപ്പോഴും? എനിക്കൊന്ന് ഒഴിവായി തരോ? എൻ്റെ ATM കാർഡ് സ്വത്തുമല്ല, എനിക്ക് ഞാൻ എഴുതി തരാം, ഇനി ഒന്ന് ഒഴിവായി തരുമോ? ഓൾ പറഞ്ഞതെന്നറിയോ? ഒഴിവാക്കണം എന്നുണ്ട്. ഞാൻ പറഞ്ഞാൽ ഒഴിവായിക്കറോക്കി. ഞാൻ ഒഴിവാക്കിയാൽ ഇനി വേറെ കല്യാണം കഴിച്ച് സുഖിക്കുന്നുള്ളൊരു തോന്നൽ എനിക്ക് ഉണ്ട്. അതുകൊണ്ട് മാത്രം ഞാൻ ഒഴിവാവില്ല. നിങ്ങളെങ്ങനെയാ? എൻ്റെ ഭാര്യേൻ്റെ ടീമാങ്ങൾ ഇതാണ് ഇവരെ മനസ്സിൽ. അല്ലാണ്ട് നമ്മൾ നന്നാണെന്നുള്ളതല്ല നിങ്ങളോട് നിൽക്കുന്നതിന്. കാരണം വേറെ സുഖിച്ചാളെന്ന പ്രശ്നമായിട്ട്. അതുകൊണ്ട് ഈ ഒരു ബോധമെല്ലാം നമുക്ക് ഉണ്ടായാലില്ലേ ഈ നാട്ടിൽ നിവർത്തി നമുക്ക് ജീവിക്കാൻ കഴിയും. അപ്പോൾ സംഗതി എല്ലാം മനസ്സിലായല്ലോ. നിങ്ങളെ മക്കൾ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് മുടി പറിക്കാൻ കഴിയാത്തത് പറ? രണ്ട് കാരണങ്ങളാണ്. 150 രാഷ്ട്രങ്ങളിൽ സഞ്ചരിച്ച സന്തോഷ് ജോർജ് കുളങ്ങര എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ട് കേരളത്തിൽ. കേട്ടിട്ടുണ്ടോ? നമ്മൾ ലേബർ ഇന്ത്യൻ്റെ മുതലാളീൻ്റെ മോനയാൾ. ഇപ്പം അയാൾ നടത്തുന്നത്. അയാളോട് ചോദിച്ചു, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 2 വർത്താനുണ്ട് അയാളോട് ചോദിച്ചു, ഈ 150 രാഷ്ട്രങ്ങളിൽ സഞ്ചരിച്ച സന്തോഷ് ജോർജ് കുളങ്ങര, നിങ്ങൾക്ക് അടുത്ത ജന്മത്തിൽ എവിടെ ജനിക്കാനാണ് ഇഷ്ടം? നിങ്ങളോട് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ നിങ്ങളെന്താ പറയുക? നിങ്ങളൊരു സ്വിറ്റ്സർലാൻഡ് അങ്ങോട്ടല്ലല്ലോ പറയുക. സന്തോഷ് ജോർജ് കുളങ്ങര പറഞ്ഞു, എനിക്ക് ഇന്ത്യയിൽ തന്നെ ജനിക്കാനാണ് ഇഷ്ടം. ആ ചോദ്യകർത്താവ് വെച്ച്, അല്ലേ അങ്ങായി ഈ ഇന്ത്യയിലോ വീണ്ടും എനിക്ക് ജനിക്കണോ? എന്താ ഈ ഇന്ത്യൻ്റെ ഗുണം എന്ന് ചോദിച്ചാൽ, അത്രയും മഹത്തായ പാരമ്പര്യമുള്ള നാടാണോ ഇന്ത്യ എന്ന് ചോദിച്ചപ്പോൾ സന്തോഷ് ജോർജ് കുളങ്ങര മറുപടി ഉണ്ട്. ഇങ്ങനെ ഉഡായിപ്പായിട്ട് ജീവിക്കാൻ പറ്റുന്ന വേറൊരു രാജ്യവും ലോകത്തില്ല പോലും. ഉഡായിപ്പിൻ്റെ പറുദീസ്യ പോലും ഇവിടെ. ആ ഉഡായിപ്പിൻ്റെ പ്രതിനിധികളാണ് നമ്മളെ പുതിയ തലമുറ. അവിടെയാണ് വിഷയം. അതേ സന്തോഷ് ജോർജ് കുളങ്ങര ചെന്നിട്ട് എന്തേ കുട്ടികൾ ഇവിടെ പിടിച്ചാൽ കിട്ടുന്നില്ല എന്ന് എല്ലാ രക്ഷാകർത്താക്കളും പറയുന്നു. നിങ്ങളെ മക്കളെന്താ അങ്ങനെ പറയുന്നു എന്ന് ചോദിച്ചപ്പോൾ സന്തോഷ് ജോർജ് കുളങ്ങര പറഞ്ഞു, മക്കളെ ഒരു കാരണവശാലും നിങ്ങൾ കുറ്റപ്പെടുത്തരുത്. നിങ്ങളെ മടിയിലിരിക്കുന്ന മക്കളൊക്കെ തങ്കപ്പെട്ട കുട്ടികളാണ്. എല്ലാ ഉമ്മയുടെയും ഉപ്പയുടെയും ആഗ്രഹം എന്താ? ആ കുട്ടി ഗുണ്ടയായി വളരണം എന്ന് ആർക്കെങ്കിലും ആഗ്രഹമുണ്ടോ? ഈ കുട്ടി നല്ലൊരു കള്ളനായി വളരണം എന്ന് ഏതെങ്കിലും ഉമ്മയും ബാപ്പയും ആഗ്രഹിച്ചിട്ടുണ്ട്? എല്ലാ കുട്ടിയും നന്നായി ജീവിക്കണമെന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. പിന്നെന്താ ഈ കുട്ടികൾ അങ്ങനെ ആയിപ്പോകുന്നതെന്ന് ചോദിച്ചാൽ, അയാൾ പറഞ്ഞു, 3 വയസ്സ് മുതൽ മദ്രസയിൽ നിന്ന് പഠനം തുടങ്ങുന്ന കേരളത്തിലൊരു കുട്ടി 18 വയസ്സാകുമ്പോൾ ഡിഗ്രി സർട്ടിഫിക്കറ്റുമായിട്ട് വീട്ടിലേക്ക് ഒരു ഡിഗ്രിക്കാരനായി കടന്നു വരുമ്പോൾ, ഈ 15 കൊല്ലം സ്കൂളിൽ നിന്ന് കള്ളു കുടിച്ചാൽ കരള് കത്തിപ്പോകുമെന്നുള്ള ബാലപാഠം പഠിപ്പിക്കാൻ നമ്മുടെ വിദ്യാഭ്യാസത്തിന് കഴിഞ്ഞിട്ടില്ല എങ്കിൽ പിന്നെ എന്ത് വിദ്യാഭ്യാസമാണ് കുട്ടി നടത്തിയത്? ഈ റോഡിലൂടെ വാഹനം എങ്ങനെ ഓടിക്കണമെന്ന് നമ്മുടെ മക്കൾക്ക് അറിയില്ല എങ്കിൽ, ഈ റോഡിലൂടെ എങ്ങനെ നടക്കണമെന്ന് നമ്മുടെ മക്കൾ 18-15 കൊല്ലം സ്കൂളിൽ പഠിച്ചിട്ടില്ല എങ്കിൽ പിന്നെ നമ്മളെ മക്കൾ സ്കൂളിൽ നിന്ന് പഠിച്ചത് എന്താ? ബാപ്പയും ഉമ്മയും സ്നേഹിക്കണമെന്ന് നമ്മുടെ മക്കൾക്ക് ഈ സ്കൂൾ വിദ്യാഭ്യാസം കൊണ്ട് അറിവ് കിട്ടിയിട്ടില്ല എങ്കിൽ പിന്നെ എന്തിനാണ് മക്കൾ സ്കൂളിൽ പഠിച്ചത്? അപ്പോൾ കുട്ടികളല്ല പ്രശ്നം. ആരാ പ്രശ്നം? ഇതൊന്നും പഠിപ്പിക്കാത്ത ഒരു സിസ്റ്റം ഇവിടെ ഉണ്ട്. അതാണ് വിഷയം. അതാണ് അയാൾ പറഞ്ഞ ഈ ഉടായ്പ ഇവിടെയേ ഉള്ളൂ എന്ന്. കൊണ്ട് സൂക്ഷിക്കണം. നമുക്ക് എന്ത് ചെയ്യണമെന്നറിയോ? നമ്മളെ മക്കളെ നമ്മൾ ചേർത്ത് പിടിക്കണം. അതിന് മക്കളെ സ്വഭാവങ്ങൾ മനസ്സിലാക്കണം. മക്കളിങ്ങനെ അണിയിച്ചൊരുക്കിയിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല കേട്ടാ. നിങ്ങളെ മക്കൾ നല്ല മക്കളാണെന്നൊന്നും പറയാൻ കഴിയില്ല നിങ്ങൾക്ക്. അതിന് മക്കൾ എന്ത് ചെയ്യണമെന്നറിയോ? മക്കൾ മാനസിക അവസ്ഥകൾ മനസ്സിലാക്കണം. സിഗ്മണ്ട് ഫ്രോയിഡ് എന്ന് പറയുന്ന മനഃശാസ്ത്രത്തിൻ്റെ പിതാവ് പറയുന്നു, നിങ്ങളെ മക്കൾ ഒരു വീട്ടിലേക്ക് വരുമ്പോൾ, നിങ്ങൾ വീട്ടിലേക്ക് പോകുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങളെ കുട്ടികൾ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടോ? ഇല്ല. ആഗ്രഹിക്കുന്നുണ്ടോ? ഒരാൾ വരുമ്പോൾ വെള്ളം കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? വീട്ടിലേക്ക് ഒരാൾ വരുമ്പോൾ ഇരിക്കൂ ഉപ്പ, ഞാൻ എൻ്റെ ബാപ്പയെ വിളിക്കാമെന്ന് നിങ്ങളെ മക്കൾ ചെയ്യുന്ന പ്രവൃത്തി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഇല്ലയോ? ഉണ്ട്. പിന്നെ എന്താ നിങ്ങളെ മക്കൾ ചെയ്യാത്തത്? അപ്പോൾ കുട്ടീൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ 3 വയസ്സ് മുതൽ കുട്ടീൻ്റെ തലച്ചോറ് കൃത്യമായി വളരുന്നുണ്ട് പോലും.
6 വയസ്സാകുമ്പോഴേക്കും കുട്ടിയുടെ തലച്ചോറ് 96% വളർച്ച പൂർണ്ണമാവുന്നുണ്ട്. എന്നിട്ട് സിഗ്മണ്ട് ഫ്രോയിഡ് പറയുന്നു, ഈ പ്രായത്തിൽ നിങ്ങളുടെ മക്കളോട് നിങ്ങൾ എന്താണോ പറഞ്ഞു കൊടുക്കുന്നത് അതാണ് നിങ്ങളുടെ മക്കളുടെ സ്വഭാവം, അതാണ് നിങ്ങളുടെ മക്കളുടെ സംസ്കാരം, അതാണ് മക്കളുടെ ശീലം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ മക്കളെന്താ നിങ്ങളുടെ അടുത്തിപ്പം വന്നിരിക്കാത്തതെന്ന്? 3 വയസ്സ് മുതൽ ആ മക്കളെ പിടിച്ച് ഈ കുടുംബ സംഗമത്തിൽ കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല. ആ മക്കളെ കൈപിടിച്ച് ഈ നാട്ടിലൂടെ നടക്കുവാൻ നിങ്ങൾ തയ്യാറായില്ല. അങ്ങനെ മക്കളും ഉമ്മയും ഉപ്പയും തമ്മിൽ വല്ലാത്തൊരു അകൽച്ച 3 വയസ്സ് മുതലേ ഫീൽ ചെയ്തപ്പോൾ കുട്ടികൾ നിങ്ങളിൽ നിന്ന് അനുസരിക്കാതായി. ശരിയാണോ തെറ്റാണോ? മുസ്ലിം മതത്തിനോട് ഞാനത് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. എന്തുകൊണ്ടാണ് കേരളത്തിലെ ലോകത്തിലുള്ള എല്ലാ മുസ്ലിങ്ങളും ഒരേ രീതിയിൽ പെരുമാറുന്നത്, ഒരേ ബോധം മുസ്ലിം സമുദായത്തിൽ ഉണ്ടാവാൻ കാരണം എന്താ? 3 വയസ്സ് മുതൽ കൃത്യമായ മതപഠനം മക്കളിലേക്ക് എത്തിക്കാൻ നമ്മുടെ സമുദായത്തിന് കഴിയുന്നു. ശരിയല്ലേ? ആ ദീനി ബോധം 3 വയസ്സ് മുതൽ മക്കളിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞതുകൊണ്ടാണ് കുട്ടികൾ നമ്മളെല്ലാം ഒരേപോലെ ഇപ്പം പെരുമാറുന്നത്. നിങ്ങൾ വേണമെങ്കിൽ ഒരു മാറ്റം വരുത്തി നോക്ക്. ഇനി മുതൽ മദ്രസ പഠനം 15 വയസ്സ് മുതലാണ് ഉള്ളൂ എന്ന് പറഞ്ഞു നോക്ക്. നിങ്ങൾ ഈ മതം നിങ്ങൾ പറയുന്ന പോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. ശരിയാണോ? അപ്പോൾ നിങ്ങളെ മക്കളുടെ ശീലങ്ങൾ വരണമെങ്കിൽ നിങ്ങൾ ഏത് പ്രായത്തിൽ തുടങ്ങണം? 3-ാമത്തെ വയസ്സിൽ തുടങ്ങണം. ഞാൻ എൻ്റെ ഭാര്യയോട് പറയാറുണ്ട്, ഭാര്യ ഇപ്പോഴും എൻ്റെ കുട്ടീനെ ഓക്ക് കിട്ടാത്ത സൗഭാഗ്യം വളർത്താൻ വേണ്ടി നടക്കുക. എന്നെ അച്ഛൻ ഡാൻസ് പഠിപ്പിച്ചിട്ടില്ല, അതുകൊണ്ട് കുട്ടി ഡാൻസ് പഠിക്കട്ടെ. എൻ്റെ അച്ഛൻ ടൂറിന് വിട്ടിക്കില്ല, അതുകൊണ്ട് കുട്ടി ടൂറിന് പോട്ടെ. എൻ്റെ അച്ഛൻ എപ്പോഴും വീട്ടിലേക്ക് വേഗം വരാൻ പറയാറുണ്ടായിരുന്നു, അതുകൊണ്ട് കുട്ടി വീട്ടിൽ വേഗം വരണ്ട. എൻ്റെ അച്ഛൻ എന്നെ ഇടക്കിടക്ക് പീടിയെ പറഞ്ഞു വെച്ചിരുന്നു, അതുകൊണ്ട് എൻ്റെ മക്കൾ പീടിയെ പോകണ്ട. അങ്ങനെ കുട്ടീനെ ഒരു രാജാവാക്കി വളർത്താൻ എൻ്റെ കുട്ടീനെ കരയിപ്പിക്കില്ല. ഇത് കേട്ടപ്പോൾ ഞാൻ എൻ്റെ ഭാര്യയോട് കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഭാര്യയെ ഇനിയിപ്പോൾ ഇതിനെ ഇങ്ങനെ പോറ്റിയാൽ നമ്മളെപ്പോൾ ഇതിനെ പിടിക്കുക? ഇതിൻ്റെ ശീലയിലൊന്ന് വരണ്ടേ, നമുക്ക് പിടിക്കണ്ടേന്ന് വെച്ചപ്പോൾ പറഞ്ഞ് ഇപ്പം കുട്ടി പറക്കട്ടെ. ഞാൻ ചോദിച്ചു എപ്പാ പിടിക്കുക? ഓള് പറഞ്ഞതെന്നറിയോ? 15 വയസ്സ് കഴിഞ്ഞിട്ടാണ് ഓളോട് പിടിക്കുക. എനിക്ക് വന്നൊരു ചിരിയില്ലേ? അന്ന് എനിക്ക് ചിരി വന്നേ. 5 വയസ്സ് കഴിഞ്ഞ് ആരെ പിടിക്കുന്ന ഞാൻ വിചാരിക്കുന്നത്. അധികം ഓളകത്ത് ഈ പെണ്ണിൻ്റെ കയ്യിലുണ്ടാവും. അതുകൊണ്ട് എനിക്ക് എൻ്റെ മുമ്പിലിരിക്കുന്ന സകല രക്ഷകർത്താക്കളോടും പറയാനുള്ളത്, ചെറിയ കുട്ടിയാവുമ്പം തന്നെ ഇല്ലേ നിങ്ങളുടെ കൈപിടിച്ച് നടത്താൻ നിങ്ങൾ ശീലിപ്പിക്കണം.